ആയിട്ട് പ്രവർത്തിക്കണം എന്നുള്ളതാണ് ദൈവത്തിന്റെ ആഗ്രഹം. And God's, this morning in the Bible study, we were touching about the government of God. ഇന്ന് രാവിലെ ദൈവത്തിന്റെ വചനം പഠിച്ചപ്പോൾ ദൈവത്തിന്റെ ആധിപത്യത്തെ പറ്റി നമ്മൾ പറയാനിടയായി. Any church is to be planted by God. ദൈവത്താൽ സ്ഥാപിക്കപ്പെട്ട സഭ 5 or 6 people coming together and they pull a chair from here and there and they start singing a song doesn't make a church. 4-5 പേര് അവിടുന്ന് ഇവിടുന്ന് കൂടി വന്നിട്ട് ഒരു കസേര വലിച്ചിരുന്ന് എന്തെങ്കിലും ഒരു പാട്ട് പാടിയാൽ അത് സഭയാകത്തില്ല. If all the rich people in the United States of America decided to come together, buy a church and call all the people, that will not make it a church. പണക്കാരായിട്ടുള്ളവരെല്ലാം ഒന്നിച്ചു കൂടി ഒരു സഭ വാങ്ങി അവിടെ കൂടിയിരുന്ന് കഴിഞ്ഞാൽ അതൊരു സഭയാവത്തില്ല. The church has to be planted by God. ദൈവമായിരിക്കണം സഭയെ സ്ഥാപിക്കുന്നത്. When God plants a church, nobody can uproot it. ദൈവം അതിനെ തടുമ്പോൾ ആർക്കും അതിനെ പിഴുതു കളയാൻ God സാധ്യമല്ല. builds it. ദൈവം അതിനെ പണിയും. He declares increase into the church. ദൈവം സഭയിൽ വർധനവ് പ്രഖ്യാപിക്കും. What are the things that God speaks increase? വർധനവെന്ന് പറയുമ്പോൾ ദൈവം ഏതൊക്കെ കാര്യത്തിൽ വർധനവ് Today, if പറയും? you ask many churches, they will say, let there be more people, more people, more people. Is that the only increase? ചിലരോട് ചോദിച്ചാൽ പറയും അധികം ആത്മാക്കൾ അത് മാത്രമേ ഉള്ളൂ വർധനവ്. No, increase in every area. എല്ലാ മണ്ഡലങ്ങളിലും The ഉയർച്ച. new covenant is a covenant of abundance. ആമേൻ. പുതിയ നിയമം സമൃദ്ധിയുടെ കവനന്റ് ആണ്. People who have been going to a church, are they well off financially? ഹല്ലേലൂയ. സഭയിൽ പോകുന്നവർ സാമ്പത്തികമായി വളരെ അനുഗ്രഹിക്കപ്പെടും. Are their debts met with? അവരുടെ കടങ്ങൾ Are പരിഹരിക്കപ്പെട്ടോ? they living in good health? അവർ നല്ല ആരോഗ്യത്തിലാണോ ജീവിക്കുന്നത്? Do they know more of the Lord? യേശുവിനെ അധികമായിട്ട് അവർക്ക് അറിയാമോ? Hallelujah. Praise the What will Lord. be your testimony today? ഇന്ന് പകൽക്കാലം നമ്മുടെ സാക്ഷ്യം എന്താണ്? Do you live in this abundance? നമ്മൾ ഈ സമൃദ്ധിയിലാണോ ജീവിക്കുന്നത്? I'm not talking the gospel of samriddhi or prosperity. പ്രോസ്പെരിറ്റി ഗോസ്പലിനെ പറ്റി അല്ല പറയുന്നത്. No, I'm talking about the complete abundance that God wants to give or has already given to his children. ആമേൻ. ദൈവം തന്റെ മക്കൾക്ക് നൽകി കഴിഞ്ഞിരിക്കുന്ന പരിപൂർണമായ സമൃദ്ധിയെ പറ്റിയാണ് Are പറയുന്നത്. we growing in number? നമ്മൾ എണ്ണത്തിൽ വർദ്ധിക്കുന്നു. Are we growing in the spirit? നമ്മൾ ആത്മാവിൽ വർദ്ധിക്കുന്നുവോ? Are we growing in the likeness of Jesus? യേശുവിനോടുള്ള അനുരൂപത്തിൽ നമ്മൾ വർദ്ധിക്കുന്നുവോ? Are we able to love each other a little better? പരസ്പരം അധികം സ്നേഹിക്കാൻ കഴിയുന്നുവോ? Are we able to bear with one another a little more? പരസ്പരം സഹിക്കാനും ക്ഷമിക്കാനും കഴിയുന്നുവോ? That is abundance. അതാണ് സമൃദ്ധി. Becoming more like Jesus is abundance. അധികം യേശുവിനെ പോലെ ആകുന്നതാണ് അബൻഡൻസ്. When you are growing in abundance, നമ്മൾ ആ സമൃദ്ധിയിൽ വളരുമ്പോൾ even little children can cast the demon out. കൊച്ചു കുഞ്ഞുങ്ങൾക്ക് പോലും ഭൂതങ്ങളെ പുറത്താക്കാൻ They പറ്റും. can heal people. അവർക്ക് ആളുകളെ സൗഖ്യമാക്കാൻ Even പറ്റും. little children can prophesy. കൊച്ചു കുഞ്ഞുങ്ങൾക്ക് പ്രവചിക്കാൻ പറ്റും. Would you like to see that in your church? ഇത് നമ്മുടെ സഭയിൽ നമ്മൾ അത് ആഗ്രഹിക്കുന്നുവോ? Hallelujah. God Hallelujah. can do it. ദൈവത്തിന് അത് സാധ്യമാണ്. That is growth. അതാണ് വളർച്ച. Abundance in every area. എല്ലാ ഏരിയയിലുള്ള വളർച്ച. How many of you like to see your little children growing in godly discipline and love? ദൈവികമായ അച്ചടക്കത്തിലും സ്നേഹത്തിലും നിങ്ങളുടെ കുഞ്ഞുങ്ങൾ വളരാൻ ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? How many of you like to see them prophesying at a young age? കൊച്ചു പ്രായത്തിൽ തന്നെ അവർ പ്രവചിക്കുന്നത് കാണാൻ എത്ര പേർക്ക് താല്പര്യമുണ്ട്? It is possible. ഇത് സാധ്യമാണ്. With man it is difficult, impossible. With God all things are possible. ആമേൻ. മനുഷ്യനല്ല സാധ്യമെങ്കിൽ ദൈവത്താൽ ഇത് സാധ്യമാണ്. Church, I want you to expect unexpected big good things. ആമേൻ. സഭയെ ഞാൻ നിങ്ങളോട് പറയുകയാണ്, ഇതുവരെ പ്രതീക്ഷിക്കാതെ നിങ്ങൾ പ്രതീക്ഷിക്കണം. Expect big things. വലിയ കാര്യങ്ങൾ Because പ്രതീക്ഷിക്കണം. our God is a big God. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ ദൈവം വലിയ ദൈവമാണ്. Hallelujah. Praise the Lord. Praise the Lord. Hallelujah. You know, many pastors have come and told you smile on a Sunday morning. അനേക പാസ്റ്റർമാർ നമ്മുടെ പറഞ്ഞിട്ടുണ്ട്, ചിരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. Well, I think they all gave up. അവരെല്ലാം അവർ മടുത്തു. I don't blame you. ഞാൻ നിങ്ങളെ നിരുത്സാഹപ്പെടുത്തുന്നില്ല. But can you pray like this today? എന്നാൽ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റുമോ? Not, even if I'm not in the church, കർത്താവേ, ഞാൻ ചർച്ചിൽ അല്ലെങ്കിൽ I want my heart and my face to be an index of God's mind. ആമേൻ. എൻ്റെ മനസ്സും എൻ്റെ ആത്മാവും കർത്താവിൽ ഫോക്കസ് ചെയ്യപ്പെടുവാൻ സഹായിക്കണം. You know, if we are focusing on Jesus, then that reflection will come upon us. യേശുവിലാണ് നമ്മുടെ ശ്രദ്ധയെങ്കിൽ അതിന്റെ പ്രതിഫലനം നമ്മളിൽ കൂടെ You know what God is doing right now? ഇപ്പോൾ കർത്താവ് എന്ത് ചെയ്യാണ്? Can you think of his face right now? ഇപ്പോൾ കർത്താവിന്റെ മനസ്സൊന്ന് സങ്കല്പിക്കാമോ? മുഖമൊന്ന് സങ്കല്പിക്കാമോ? What's he like? എങ്ങനെയിരിക്കും? Are you sure? Thus saith the Lord, ആമേൻ. കർത്താവ് ഇങ്ങനെ പറയുന്നു, I will spit you out of my mouth. വായിൽ നിന്ന് തുപ്പിക്കളയുന്നതാണോ? That's not what God says. അങ്ങനെയല്ല ദൈവം പറയുന്നത്. I love you. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. I've given you my life. എന്റെ ജീവൻ നിനക്കായി ഞാൻ തന്നു. Hallelujah. Of course, God does things like what I said right now. ഞാൻ പറഞ്ഞതുപോലുള്ള കാര്യങ്ങൾ ദൈവം ചെയ്യും. But that's, I pray we won't come to that stage. ആ അവസ്ഥയിലേക്ക് നമ്മൾ വരാതിരിക്കാൻ പ്രാർത്ഥിക്കുക. God loves to love us. ദൈവം നമ്മളെ സ്നേഹിക്കുക. Why does God love us? എന്തുകൊണ്ടാണ് ദൈവം നമ്മളെ സ്നേഹിക്കുന്നത്? Number one, it is his character to love us. ഒന്നാമത് ദൈവത്തിന്റെ സ്വഭാവമാണ്. Two, he loves his son Jesus so dearly. മറ്റൊന്ന്, യേശുവിനെ പിതാവ് ഏറ്റവും സ്നേഹിക്കുന്നു. Whoever puts their trust in the Lord Jesus Christ, God loves them so much. യേശു ക്രിസ്തുവിൽ ആശ്രയം വെക്കുന്നു, ആ വ്യക്തിയെ പിതാവാദിയും ഒത്തിരി സ്നേഹിക്കും. Hallelujah. This morning as you were worshiping, ഇന്ന് രാവിലെ നമ്മൾ ആരാധിച്ചപ്പോൾ
you saw the word being released. How many of you heard the word being എത്ര released? പേര് കേട്ടു ദൈവവചനം ദൈവം തന്നത്? Can you lift your hands and praise God? അതിനായി ദൈവത്തെ സ്തുതിക്കുമോ? That ആമേൻ. is possible only in a new covenant church. ഒരു പുതിയ നിയമസഭയിൽ മാത്രമേ ഇത് സംഭവിക്കത്തുള്ളൂ. In an old covenant church, ഒരു പഴയ നിയമസഭയിൽ they have their programs. അവരുടെ പ്രോഗ്രാംസ് ഉണ്ട്. If you change from that program, ആ പ്രോഗ്രാമിൽ നിന്ന് മാറിയാൽ then the pastor comes under the fire of the committee or the board. പാസ്റ്ററിനെ കമ്മിറ്റി വിമർശിക്കും. Because the board has appointed the pastor to do their program. കാരണം ബോർഡാണ് ബോർഡിന്റെ ഇഷ്ടം ചെയ്യാൻ പാസ്റ്റർ നിയമിച്ചിരിക്കുന്നത്. But God has another program and another agenda in His church. എന്നാൽ ദൈവത്തിന്റെ സഭയിൽ ദൈവത്തിന് വേറൊരു പദ്ധതിയുണ്ട്, വേറൊരു പ്രോഗ്രാം. Today you saw a little bit of that. ഇന്ന് നമ്മളുടെ അതിന്റെ അല്പം കണ്ടു. Everybody was worshiping God. എല്ലാവരും ദൈവത്തെ ആരാധിക്കുക. Our praises went up. നമ്മുടെ സ്തുതി സ്വർഗ്ഗത്തിലേക്ക് God ഉയർന്നു. sent His word. കർത്താവ് തന്റെ വചനം And I അയച്ചു. heard the word revelations. വെളിപ്പാട് എന്നുള്ള വാക്ക് കേട്ടു. And I heard the word seek me early. അധികാലത്ത് എന്നെ അന്വേഷിക്കാന്ന് വാക്ക്. And I also heard, why will you not seek me? എന്തുകൊണ്ട് നിങ്ങൾ എന്നെ അന്വേഷിക്കത്തില്ല എന്നുള്ള ചോദ്യം. Hallelujah. The Lord has spoken His heart. ദൈവത്തിന്റെ ഹൃദയ ദൈവം So when തുറന്നു. I hear that, ഞാനത് കേട്ടപ്പോൾ this is what I understand. എനിക്ക് മനസ്സിലായതാണ്. Number one, ഒന്നാമത്, God is seeking you to seek Him. ഹല്ലേലൂയ, നമ്മൾ അവനെ അന്വേഷിക്കുന്നത് കാണുവാൻ ദൈവം ആഗ്രഹിക്കുക. Isn't that exciting? അത് ഉത്സാഹമുള്ളതല്ലേ? If you heard the president of the United States of America, അമേരിക്കയിലെ പ്രസിഡന്റ് ഇങ്ങനെ ചെയ്യുന്നതായിട്ട് കേട്ടാൽ, he gives you a call, he leaves a message in your phone message box. നിങ്ങളുടെ മെസ്സേജ് ബോക്സിൽ ഒരു മെസ്സേജ് ഇട്ടാൽ, Pastor Nainan, this is a call from the White House. We have been desperately wanting to talk to you. പാസ്റ്റർ നൈനാനെ നിങ്ങളെ കാണുവാൻ ഞാൻ അതിയായിട്ട് ആഗ്രഹിക്കുന്നു. Tomorrow morning, we'll call you again tomorrow afternoon at 4 o'clock. നാളെ വൈകുന്നേരം 4 മണിക്ക് ഞാൻ നിങ്ങളെ വീണ്ടും വിളിക്കും. What would you do? നമ്മളാണ് എന്ത് ചെയ്യും? I don't know about you, but I may be around the phone by about 3:45. നിങ്ങളെ പറ്റി എനിക്കറിയത്തില്ല. 3:45 ആകുമ്പോഴത്തേക്ക് ഞാൻ ഫോൺ എടുത്ത് കൈ പിടിക്കും. Because if the president has to call, there must be something in it. കാരണം പ്രസിഡന്റ് വിളിക്കുകയാണെങ്കിൽ പ്രാധാന്യമുള്ള എന്തോ ഉണ്ട്. I'm not talking particularly about a person, the president of the United States, a man of authority and power. ഒരു വ്യക്തിയെ പറ്റി പറയുകയല്ല, പ്രസിഡന്റ് ഓഫ് അമേരിക്കയെ പറ്റി പറയുകയാണ്. അധികാരവും പദവിയും ഉള്ള മനുഷ്യനെ പറ്റി പറയുക. Now, who can understand the authority of God is greatness? ദൈവത്തിന്റെ അധികാരവും മഹത്വവും ആർക്കറിയാം? Who can compare that? ആരോട് അതിനെ To താരതമ്യപ്പെടുത്തും? what will we compare the greatness of our God? ദൈവത്തിന്റെ മഹത്വത്തെ ആരോട് നമ്മൾ ഉപമിക്കും? Now, I cannot call the president of America my dad, but I can call my heavenly father my father. അമേരിക്കൻ പ്രസിഡന്റ് എന്റെ അപ്പാന്ന് ഞാൻ വിളിക്കാൻ പറ്റത്തില്ല, എന്നാൽ ഈ വലിയവനായ ദൈവത്തെ എന്റെ അപ്പാന്ന് വിളിക്കാൻ എനിക്ക് പറ്റും. And he says, I'm waiting, son, I'm waiting for you. I want to reveal some things to you. ആമേൻ. ദൈവം പറയുകയാണ്, മോനെ ഞാൻ നിന്നെ കാത്തിരിക്കുക, എനിക്ക് ചില കാര്യങ്ങൾ നിനക്ക് വെളിപ്പെടുത്താനുണ്ട്. We heard, seek me early. നമ്മൾ കേട്ടു അധികാലത്ത് എന്നെ അന്വേഷിക്കാം. There was a man called Stanley Jones. I don't know if you've heard of Stanley Jones, a great preacher at one time. സ്റ്റാൻലി ജോൺസ് എന്ന് പറഞ്ഞ ഒരു പ്രസംഗകൻ ഉണ്ടായിരുന്നു. He used to come to India, Kerala for the Maraman convention അദ്ദേഹം കേരളത്തിലെ മാരാമൺ കൺവെൻഷന് നിരന്തരമായിട്ട് വരുമായിരുന്നു. He said, somebody told me that he preached like this. അദ്ദേഹം ഇങ്ങനെ പ്രസംഗിച്ചതായിട്ട് കേട്ടു. If you don't want to meet with the devil, meet with God first thing in the morning. ആമേൻ. പിശാചുമായിട്ട് നിങ്ങൾക്ക് കൂടി കാണണ്ടായെങ്കിൽ അതിനേക്കാൾ മുമ്പേ ദൈവവുമായി കൂടി കാണണം. The first thing is to meet with God. ഒന്നാമത്തെ കാര്യം ദൈവവുമായി കൂടി കാണണം. Our priority is God. നമ്മുടെ പ്രാധാന്യം ദൈവമാണ്. You know, the community where I come from, ഞാൻ വന്ന പശ്ചാത്തലം, I've seen how they do weddings. അവരെ കല്യാണം നടത്തുന്നത് കണ്ടുണ്ട്. How they do weddings. എങ്ങനെയാണ് കല്യാണം നടത്തുന്നത്? Hallelujah. Praise the Lord. They plan everything. അവരെല്ലാം പ്ലാൻ ചെയ്യും. We have arranged marriages in my community. ഞങ്ങളുടെ പശ്ചാത്തലത്തിൽ അവരെ അറേഞ്ച് മാരേജ് ആണ് So നടത്തുന്നത്. they plan everything. എല്ലാം ആലോചിച്ച് കണ്ടുപിടിക്കും. Just before the bride or the groom goes into the church. Hallelujah. വരനും വധുവും പള്ളിയിൽ പോകുന്നതിന് മുമ്പ്. Excuse me, I have to sing this song. I'm not singing, I'm just Ninde Hidam. That final minute before they go into the church, they will sing, Lord, let your will be done. Hallelujah. പള്ളിയിൽ പോകുന്നതിന് തൊട്ട് മുമ്പ് പാടും, കർത്താവേ അങ്ങയുടെ ഹിതം നിറവേറ്റണം. It's so wonderful to listen to that, the way they sing that. അതിന്റെ ട്യൂൺ കേൾക്കാൻ വളരെ രസമുണ്ട്. What a falsehood. Hallelujah. എന്തൊരു They കൃത്രിമമായിട്ടുള്ള do everything in their own strength. എല്ലാം അവരുടെ രീതി തന്നെ ചെയ്തു. And they come and say, Lord, let everything be done by your will. അവസാനം പറയുക കർത്താവിന്റെ ഇഷ്ടം പോലെ We നിറവേറ്റും. are not people like that. നമ്മൾ അങ്ങനെയുള്ളവരല്ല. We will seek him early and we will seek him Hallelujah. first. നമ്മൾ അവനെ അധികാലത്തെ അന്വേഷിക്കും, ആദ്യം അന്വേഷിക്കും. If that is a word only for the pastor, the Lord would have delivered to me straight. എനിക്ക് വേണ്ടിയിട്ട് മാത്രമുള്ള വചനമായിരുന്നെങ്കിൽ എന്നോട് നേരിട്ട് ദൈവം But സംസാരിച്ചു. I am excited because that word has come to the church. ഹല്ലേലൂയ. എനിക്ക് ഉത്സാഹമുള്ള ഇതാണ്, ഇത് നമുക്ക് ഓരോരുത്തർക്കും സഭയ്ക്ക് വേണ്ടിയുള്ള You know വചനം. why I'm excited? എന്താണ് എനിക്ക് ഉത്സാഹം? God doesn't call everybody to come up. എല്ലാവരെയും ദൈവം വിളിക്കത്തില്ല മുകളിലേക്ക്. You know that? സ്തോത്രം. God calls special people. പ്രത്യേകതയുള്ളവരെ വിളിക്കത്തുള്ളൂ. ഹല്ലേലൂയ. Yes. Lot of inferiority complex here. ഹല്ലേലൂയ. അപകർഷതാബോധം എന്തിനാ നിങ്ങൾക്ക് ആവശ്യമില്ല. God's calling you to seek him early.
ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അധികാലത്തെ ദൈവത്തെ അന്വേഷിക്കാൻ വിളിക്കുക. Oh, pastor's pleasing us. ദൈവം ഞങ്ങളെ No, everybody doesn't get that call. I'll prove it to you. Turn with me to Revelations 4:1. ഹല്ലേലൂയ. വെളിപ്പാട് 4:1 ശ്രദ്ധിച്ചേ. Yes, you are special people. നിങ്ങൾ പ്രത്യേകതയുള്ളവർ, അതുകൊണ്ട് ദൈവം അത് പറഞ്ഞത്. We are honored to serve you this morning. ഓ കർത്താവേ, ഹല്ലേലൂയ, അങ്ങയെ സേവിക്കുവാൻ തരുന്ന അവസരം വളരെ ഭാഗ്യമുള്ളതാണ്. The people. ആ ജനത്തെ സേവിക്കാൻ തരുന്ന അവസരം വലിയതാണ്. Wonderful people. നല്ല ദൈവജനം. Okay, let's read Revelations 4:1. വെളിപ്പാട് After these things, Thank you, Jesus. oh, look at that. ശ്രദ്ധിച്ചേ. I am going to tell you what is going to happen. മേലാൽ സംഭവിക്കാനുള്ള നിന്നോട് പറയാൻ പോവുക. So come up. അതിനായി മേളിലേക്ക് കയറി വാ. Wow. That's the same call that you had today. അതേ കോളായി നമുക്ക് കിട്ടിയത്. Not after doing everything. എല്ലാം ചെയ്ത് കഴിഞ്ഞല്ല. Let my problem be over. എന്റെ പ്രശ്നം കഴിഞ്ഞ് Then I will call upon you. പിന്നീട് ഞാൻ അങ്ങ് വിളിച്ചപേക്ഷിക്കും. No, the first thing I'll do is seek him. ആദ്യം ചെയ്യാൻ പോകുന്നത് ദൈവത്തിന്റെ മുഖം അന്വേഷിക്കുക. Church, you got your direction. നമുക്ക് നമ്മുടെ ഗൈഡൻസ് കിട്ടി. You got a word. നമുക്കൊരു വചനം കിട്ടി. Hallelujah. ഹല്ലേലൂയ. Do you know that God always speaks corporately to the New Testament churches? നിങ്ങൾക്കറിയാമോ, പുതിയ നിയമ സഭയോട് പൊതുവായി ദൈവം സംസാരിക്കും. Very few times he speaks individually. വളരെ ചുരുക്ക സമയങ്ങളിൽ മാത്രമേ വ്യക്തിപരമായി സംസാരിക്കത്തുള്ളൂ. Today the Lord has corporately spoken to you. ഇന്ന് പകൽക്കാലം പൊതുവായി ദൈവം നമ്മളോട് സംസാരിച്ചു. Hallelujah. Did you understand that? നിങ്ങൾക്ക് മനസ്സിലായോ? I will explain that. ഞാൻ വിശദീകരിക്കാം. You know, we are living in times when people are running after prophets. നമുക്കറിയാം, നമ്മൾ അനേക പ്രവാചകന്മാരുടെ പിന്നാലെ ഓടി നടക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. Is there a word for me? Is there a word for me? Is there a word for me? എനിക്കൊരു വചനം ഉണ്ടോ എന്ന് ചോദിച്ചു നടക്കും. That's good. അത് നല്ലതാ. Hallelujah. But in the new covenant you will see messages are often given corporately to the entire body. ആമേൻ. എന്നാൽ പുതിയ നിയമത്തിൽ കാണുന്നത് പൊതുവായിട്ട് സഭയ്ക്ക് മുഴുവനായിട്ടുള്ള സന്ദേശങ്ങളാണ്. Because God sees the body, the church as one body. കാരണം സഭയെ മുഴുവനായിട്ട് കർത്താവ് ഒരു ശരീരമായി കാണുകയാണ്. Hallelujah. Praise the Lord. How many of you really know that you're one body with Christ and this is your church? ആമേൻ. എത്ര പേർക്ക് അറിയാം, ക്രിസ്തു യേശുവുമായി നമ്മൾ ഒരു ശരീരമാണ്, ഇത് നിങ്ങളുടെ സഭയാണ്. Hallelujah. Hallelujah. So God has spoken corporately. ദൈവം പൊതുവായി സംസാരിച്ചു. Now I'm going to tell you why he would have told you corporately. ഞാൻ നിങ്ങളോട് പറയാം എന്തുകൊണ്ടാണ് ദൈവം പൊതുവായി സംസാരിച്ചത്. I had demonstrated something on Wednesday for our Bible class. Anybody has an umbrella with them? ബൈബിൾ ക്ലാസ്സിൽ ഞാൻ ഒരു കാര്യം കാണിച്ചിരുന്നു. I'm going to show you that again. ആരുടെയെങ്കിലും കയ്യിൽ കുടയുണ്ടോ? Anybody has an umbrella? ഹല്ലേലൂയ. Nobody has an umbrella. Praise the Lord. Well, Sherwin. Okay. Look at this. Let's say this is an umbrella. ചിന്തിക്കുക, ഇതൊരു കുടയാൻ ചിന്തിക്കുക. Anything can happen here. ഇവിടെ എന്തും സംഭവിക്കാം. If you have to think of a guitar as an umbrella, okay. Just talking about a covering. ഒരു മറയെ പറ്റി പറയുക. I have to demonstrate. One of you guys come and help me with this. ഹല്ലേലൂയ. ഒരാൾ വന്ന് എന്നെ സഹായിക്കും, ഞാൻ പിടിക്കാം. Praise the Lord. Okay. After a lot of fight, he got us. ഹല്ലേലൂയ. Praise the Lord. Okay. Hold it. Hold it up. Okay. Look. ശ്രദ്ധിച്ചേ. God, please don't drop it. God sets a covering like this over a church. ഒരു സഭയുടെ മേൽ ദൈവം ഇതുപോലൊരു കൊട പിടിച്ചിട്ടുണ്ട്. Hallelujah. Praise the Lord. This is known as an authority. ഇതിന്റെ പേര് ഒരു അധികാരമാണ്. In the old covenant, പഴയ നിയമത്തിൽ you are the ark of the covenant. നിങ്ങൾ ദൈവത്തിന്റെ പെട്ടകമാണ്. And in the old covenant, you had Samaganam, what is it? The സമാഗമന tent കൂടാരം. of? സമാഗമന കൂടാരം. Yeah. Tabernacle of Tent of meeting. the meeting. Tabernacle of the meeting. ഹല്ലേലൂയ. സമാഗമന കൂടാരം ഉണ്ടായിരുന്നു. And the presence of God was in and around that. അതിന് ചുറ്റുപാട് ദൈവ സാന്നിധ്യം ഉണ്ടായി. Has he ever obeyed you like this, Vinu? ഹല്ലേലൂയ. Praise the Lord. That's obedience. Praise the Lord. Okay. Now you see in the new covenant, പുതിയ നിയമത്തിൽ spiritually, ആത്മീയമായി there is a covering like this. ഇതുപോലെ ഒരു കവറിംഗ് ഉണ്ട്. That covering, what is the name of that covering? എന്താണ് ആ കവറിംഗിന്റെ പേര്? Christ is the name of that covering. ആ കവറിംഗിന്റെ പേരാണ് ക്രിസ്തു. When you are baptized, നിങ്ങൾ സ്നാനപ്പെട്ടപ്പോൾ you are baptized into this covering called Christ. ക്രിസ്തു എന്ന ആ ഒരു കുടക്കീഴിലേക്കാണ് നിങ്ങൾ And സ്നാനപ്പെട്ടത്. under Christ, ക്രിസ്തുവിന്റെ കീഴിൽ there are many congregations അനേക സഭകളുണ്ട്. all over the world. ലോകം മുഴുവനും ഉണ്ട്. There are genuine disciples of Jesus Christ who are baptized into this covering. Okay? ഈ
കവറിങ്ങിലേക്ക് സ്നാനപ്പെട്ട് ചേർന്ന അനേക വിശ്വാസികൾ ലോകം മുഴുവനുണ്ട്. Is this clear up to this point? ഇതുവരെ മനസ്സിലായോ? Now, here is a special covering. Here is a group of people. ഇവിടെ ഒരു കൂട്ടം ആളുകൾ, The Lord has raised a standard, or the Lord has raised a covering here. ഇവിടെ ഒരു കൂടാരം കർത്താവ് ഉയർത്തി. God used a man, ഒരു മനുഷ്യനെ ഉപയോഗിച്ചു. his ministry, തന്റെ ശുശ്രൂഷ, his anointing. തന്റെ അഭിഷേകം. And using that anointing, ആ അഭിഷേകം ഉപയോഗിച്ച് God begins to bring people into that covering. ഈ കൊടക്കീഴിലേക്ക് തന്റെ ജനത്തെ ദൈവം ആകർഷിച്ചു കൊണ്ടുവരും. Because God has a plan for that group of people in that particular land. കാരണം ആ പ്രത്യേക ജനത്തെ പറ്റി ഒരു പ്രത്യേക ഉദ്ദേശം ആ ദേശത്ത് കർത്താവിനുണ്ട്. Are you following me, people of God? മനസ്സിലായോ? ഹല്ലേലൂയ. Initially, the people who come, ആദ്യമേ വരുന്നവർ, they may not understand the vision. അവർക്ക് ആ ദർശനം മനസ്സിലാകത്തില്ല. God takes time to impart that vision. ആ ദർശനം അവർ മനസ്സിലാക്കാൻ സമയമെടുക്കും. And when they understand the vision, അത് മനസ്സിലാക്കുമ്പോൾ, when they stand with that man, ആ ദൈവദാസനോടൊപ്പം നിൽക്കും. God begins to empower them through the covering which God has given to that place. ആ ദേശത്ത് തന്ന ആ കൊടക്കീഴിലുള്ള ആ ശക്തി ഉപയോഗിച്ച് അവരെ ദൈവം Now, ശക്തിപ്പെടുത്തും. I'm going to tell you something interesting, exciting. ഞാൻ ഉത്സാഹങ്ങളുടെ കാര്യം പറയാം. What this man cannot do, God will use through the people who are under the covering. ഹല്ലേലൂയ. ഈ പിടിച്ചിരിക്കുന്ന മനുഷ്യൻ ചെയ്യാൻ കഴിയാത്ത കാര്യം മറ്റുള്ളവരിൽ കൂടെ ദൈവം ചെയ്യും. For example, let us say the apostle or the pastor who started the meetings, ഉദാഹരണത്തിന് മീറ്റിംഗ് തുടങ്ങിയ പാസ്റ്റർ, he may have only 3, 4, 5 gifts. അദ്ദേഹത്തിന് 4-5 ശുശ്രൂഷകളെ ഉള്ളൂ. Maybe there is a 7th gift which he doesn't have. അദ്ദേഹത്തിന് ഇല്ലാത്ത 7ാമത്തെ ദാനം. But somebody else who is under the covering, എന്നാൽ ഈ കൊടക്കീഴിൽ നിൽക്കുന്ന വേറൊരു വ്യക്തിക്ക് ആ ദാനം who ഉണ്ട്. is under submission to the Lord Jesus Christ in the same church, അതേ സഭയിൽ തന്നെ യേശുവിന് കീഴ്പ്പെട്ടിരിക്കുന്ന ആ വ്യക്തി, the Lord begins to activate that gift. ഹല്ലേലൂയ, ആ വ്യക്തിയിൽ കൂടി ആ ദാനം ദൈവം പ്രയോജനപ്പെടുത്തും. As a result, the church does not belong to one person, അതിന്റെ ഫലമായി ഒരു വ്യക്തിയുടെ വകയല്ല സഭ. but the Lord begins to manifest His glory through different people, His own body under the covering. ഹല്ലേലൂയ. തന്റെ വ്യത്യസ്തരായ ആ ശരീരത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന വ്യത്യസ്തമായ അവയവങ്ങളിൽ കൂടി പൊതുവായിട്ട് ദൈവം തന്റെ ദാനങ്ങൾ വെളിപ്പെടുത്തും. People, are you? Oh, hold on, don't go away. ഹല്ലേലൂയ. മനസ്സിലായോ? Did you understand the dynamics of God? ദൈവത്തിന്റെ പ്രവൃത്തി മനസ്സിലായോ? We are called to get connected to God, ദൈവവുമായി ബന്ധപ്പെടാൻ ദൈവം നമ്മളെ വിളിച്ചു, not to the man. മനുഷ്യനുമായല്ല. That is what I always have been preaching. അതാണ് ഞാൻ എപ്പോഴും പ്രസംഗിക്കുന്നത്. When we are connected to God under the man's anointing, ആ ദൈവദാസന്റെ അഭിഷേകത്തിൽ ദൈവത്തിന് if കീഴ്പ്പെടുമ്പോൾ, we truly are submissive to God, നിങ്ങൾ ദൈവത്തിന് യഥാർത്ഥമായി you will കീഴ്പ്പെട്ടാൽ, see a lot of the ministry that is upon that man flowing into the people and more from God Himself. ഹല്ലേലൂയ, നിങ്ങൾക്ക് മനസ്സിലാകും ദൈവദാസന്റെ മേലുള്ള അനേക ശുശ്രൂഷകൾ നിങ്ങളുടെ മേൽ കടന്നു വരും. അത് തന്നെയല്ല, അതിനപ്പുറമായി ദൈവത്തിൽ നിന്ന് വേറെ ശുശ്രൂഷകൾ നിങ്ങളുടെ മേൽ ദൈവം പകരും. This is a new covenant principle. ഇതാണ് പുതിയ നിയമത്തിന്റെ തത്വം. Are you with me, people of Praise God? the Lord. നിങ്ങൾക്ക് മനസ്സിലായോ? Who does the glory go to? ആർക്കാ മഹത്വം കിട്ടുന്നത്? Praise the Lord. Come on, speak it out. ഹല്ലേലൂയ. It Thank goes you, to Lord. God. ദൈവത്തിനാണ് മഹത്വം. The Bible says God is all in the church. ആമേൻ. ദൈവസഭയിൽ സകലത്തിലും സകലതുമാകണം. Nobody can take the credit. ആർക്കും ക്രെഡിറ്റ് കിട്ടത്തില്ല. Paul cannot take the credit. പൗലോസിന് ക്രെഡിറ്റ് കിട്ടത്തില്ല. This is the new covenant church. ഇതാണ് പുതിയ നിയമസഭ. Hallelujah. Praise the But Lord. lift it up again. ആമേൻ. Now let me tell you what the devil usually does. പിശാച് ചെയ്യുന്നത് ഞാൻ കാണിക്കാം. Hallelujah. When a man is growing, ഒരു മനുഷ്യൻ വളരുമ്പോൾ he's under the covering of the Lord. കർത്താവിന്റെ കൃപയുടെ Or കൊടക്കീഴിലായി when new things are happening. പുതിയ കാര്യങ്ങൾ നടക്കുന്നു. No, okay. Come here. സ്തോത്രം. Come here. No, any of you. One of you come here. Thank you, Lord. Jesus. Hold on. Let's say this believer is growing under the covering. ഈ വിശ്വാസി ഇപ്പോൾ ഈ കവറിംഗിന് കീഴിൽ വളരുകയാണ്. And there is an impartation going. ഇവിടെ ഒരു ആത്മപകർച്ച They are നടക്കുന്നുണ്ട്. so much like brothers. They're worshiping God and things are going on so well under the covering. ഇവർ ഒരുപോലെ വളർന്നു വരികയാണ്. ഒന്നിച്ച് കർത്താവിനെ ആരാധിക്കുന്നു. അവർ ആ കവറിംഗിന്റെ കീഴിൽ വളരുകയാണ്. Now what does the devil do? പിശാച് എന്തോ ചെയ്യും? Normally this is what the devil tries to do. സാധാരണ പിശാച് ഇങ്ങനെ He ചെയ്യാൻ ശ്രമിക്കും. turns this young believer's attention from Almighty God to this guy. ഹല്ലേലൂയ. ഈ വിശ്വാസിയുടെ ശ്രദ്ധ ദൈവത്തിൽ നിന്ന് അകറ്റി ഈ മറ്റേ വ്യക്തിയിലേക്ക് പിശാച് കൊണ്ടുവരാൻ ശ്രമിക്കും. I said, do you see the way he has put his tie today? കണ്ടോ അവന്റെ ടൈ കെട്ടിയേക്കുന്നത് കണ്ടോ? Is this the way to tie a tie, especially a pastor? ഈ പാസ്റ്റർ ഇങ്ങനെയാണോ ടൈ കെട്ടേണ്ടത്? Look at the way he's cut his hair. അവന്റെ മുടി കെട്ടിയേക്കുന്നത് കണ്ടോ? This is not the way to do it. ഇങ്ങനെയല്ല ചെയ്യേണ്ടത്. The pastor is not right. പാസ്റ്റർ ശരിയല്ല. The covering is not right. ഓ നിങ്ങളുടെ കൊടക്കീഴ് So ശരിയല്ല. you do one thing. നീ ഒരു കാര്യം You come out. നീ പുറത്തു വാ. Yeah. You got some gifts, buddy. നിനക്കും ചില ദാനങ്ങൾ ഉണ്ടല്ലോ. I'll make something out of you. ഞാൻ നിന്നെ ചിലത് ആക്കാം. Before time, people are pulled out of the covering. സമയത്തിന് മുമ്പേ ആ കൊടക്കീഴിൽ നിന്ന് പുറത്തു കൊണ്ടുവരിക. Now, listen, is it right? Would you let any of your children go out of your house before they are able to take care of themselves? ഹല്ലേലൂയ. കുഞ്ഞുങ്ങൾ സ്വയം
നിൽക്കാൻ കഴിയാവുന്നതിന് മുമ്പേ അവർ നിങ്ങളുടെ വീട്ടിൽ നിന്ന് പോയാൽ നിങ്ങൾ എങ്ങനെ ചിന്തിക്കും? Yes or no? Would you like them to? അത് ഇഷ്ടമാണ്, നമ്മൾ ഇഷ്ടപ്പെടുമോ? Many of you have little children. നമുക്കുള്ള പലർക്കും കൊച്ചു Will you കുഞ്ഞുങ്ങളുണ്ടല്ലോ, shut the door after them? നമ്മൾ അവർക്ക് കഥ കടയ്ക്കുമോ? The devil likes to do that. പിശാചിന് അങ്ങനെ ചെയ്യാൻ And there ഇഷ്ടമാണ്. are many gifted, talented people like that who are to be under a covering for a particular period of time before God can launch them into their own ministry. ഹല്ലേലൂയ. അങ്ങനെ താലന്തുകളുള്ള ദാനങ്ങളുള്ള അനേകര് ദൈവം ആഗ്രഹിക്കുന്ന സമയം വരെ ആ കുടക്കീഴിൽ നിൽക്കാതെ പുറത്തു വരാൻ സാധ്യതയുണ്ട്. They start fretting against the pastor. ഒരു പാസ്റ്ററിനെതിരെ സംസാരിക്കും. Pastor doesn't like me to grow. ഞാൻ വളരുന്നത് ഈ പാസ്റ്ററിന് ഇഷ്ടമല്ല. It is not the pastor who's making you grow. It is God who's making you grow. പാസ്റ്റർ അല്ല നിങ്ങളെ വളർത്തുന്നത്, ദൈവമാണ് വളർത്തുന്നത്. Frustrated people. നിരാശപ്പെട്ടവർ. And these are people who are like who run from here and here and there and there. Wherever they can run, they will run. അങ്ങനെയുള്ളവരാ അവിടെ ഇവിടെ എല്ലാം ഓടി നടക്കുന്നേ. I tell you one thing. ഒരു കാര്യം പറയാം. If you want to truly grow, നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ if വളരണമെങ്കിൽ, you want to see your church flourishing, നിങ്ങളുടെ സഭ സമ്പന്നമാകും നിങ്ങൾ here കാണണമെങ്കിൽ, is principle number 1. Thank you. ഇതാണ് ഒന്നാമത്തെ തത്വം. Ask God that He may reveal His glory in you. ദൈവത്തിന്റെ മഹത്വം തേജസ് നിങ്ങളൊന്ന് വെളിപ്പെടുത്താൻ ദൈവം പ്രാർത്ഥിക്കണം. Hallelujah. Praise the Lord. Praise God. Hallelujah. You know, in the new covenant, പുതിയ നിയമത്തിൽ there were people, there were apostles. അപ്പോസ്തലന്മാരുണ്ട്. They used to visit churches, stay there, and strengthen the church. സഭകളെ സന്ദർശിച്ച് സഭകളെ ബലപ്പെടുത്തും. Whatever was upon them was being given to the church. അവരുടെ മേലുള്ള കൃപാദാനങ്ങൾ സഭയിൽ പകരും. How many of you like that kind of ministry? എത്ര പേർക്ക് അങ്ങനെയുള്ള ശുശ്രൂഷ ആഗ്രഹമാണ്? That's beautiful. അത് മനോഹരമാണ്. Hallelujah. Praise the Lord. So you see, this is all happening in the new covenant. ഇതെല്ലാം പുതിയ നിയമത്തിൽ മാത്രം In നടക്കുന്ന the old കാര്യം. covenant doesn't happen. പഴയ നിയമത്തിൽ നടക്കത്തില്ല. So today, how many of you know that you are under a covering? ഇന്ന് എത്ര പേർക്ക് അറിയാം ഞാനൊരു കൊടക്കീഴിലാണ്? Hallelujah. Praise the Lord. You are under the covering of the Lord Jesus Christ. കർത്താവ് യേശു ക്രിസ്തുവാകുന്ന കൊടയുടെ കീഴിലാണ് And I നിങ്ങൾ. tell you, I am praying that every one of you will grow into the stature as the Lord wants and then release you in the church or outside, that God may use you more and more and more. ആമേൻ ആമേൻ. ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നതാണ് നിങ്ങൾ ഈ കുടക്കീഴിൽ നിന്ന് ഏത് തലത്തിൽ ദൈവം നിങ്ങൾ ഉപയോഗിക്കണമോ അത്രത്തോളം വളർന്ന് കർത്താവ് തന്നെ നിങ്ങളെ സ്വതന്ത്രരാക്കി നിങ്ങൾ കർത്താവിന്റെ കൃപയിൽ ശുശ്രൂഷയിൽ വർദ്ധിച്ചു വരുവാൻ ഞാൻ ആത്മാർത്ഥമായി Some പ്രാർത്ഥിക്കുന്നു. of you are found to grow in this church and take on the leadership. നിങ്ങളിൽ പലരും ഇവിടെ വളർന്ന് നേതൃത്വത്തിലേക്ക് വളരാൻ കർത്താവ് Because ആഗ്രഹിക്കുന്നു. you who have in the Lord take the church forward. നിങ്ങളിൽ കൂടെയാണ് സഭ മുന്നോട്ട് പോകേണ്ടത്. Some of you will be released to go to other lands and plant churches. നിങ്ങളിൽ ചിലരെ കർത്താവിനെ സ്വതന്ത്രരാക്കി മറ്റു ദേശങ്ങളിൽ സഭ സ്ഥാപിക്കാൻ ഉപയോഗിക്കും. That's the vision of the church. അതാണ് സഭയുടെ And ദർശനം. I'm telling you, I want you to understand this very clearly. ഇത് നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കണം. That is why we heard a word, get up early and receive from me, not only from the pastor, receive from me, from me, says the Lord. From me. ഹല്ലേലൂയ. അതുകൊണ്ടാണ് നമ്മൾ രാവിലെ വചനം രാവിലെ എഴുന്നേറ്റ് എന്നിൽ നിന്ന് കേൾക്കുവാൻ, എന്നിൽ നിന്ന് വെളിപ്പാട് പ്രാപിക്കാൻ ദൈവത്തിന്റെ ആലോചന നമ്മൾ കേട്ടത്. Hallelujah. Church, will you take it up, please? നമ്മൾ സ്വീകരിക്കുമോ ദൈവജനമേ? Hallelujah. Hallelujah. Supposing you can't get up in the morning, let me tell you a practical suggestion. പ്രായോഗികമായിട്ടുള്ള സജഷൻ പറയാം. I learned, I was reminded something when Benson told me the other day. ബെൻസൺ പറഞ്ഞൊരു കാര്യം ഞാൻ ഓർക്കുകയാണ്. Hallelujah. After 7 o'clock, he doesn't eat food. 7 മണി കഴിഞ്ഞ് ഞാൻ ഭക്ഷണം കഴിക്കത്തില്ല. Let's give a clap offering to the Lord for that. ഹല്ലേലൂയ. Because he has learned it even at this young age. If you have heavy meal after a particular time, it's very difficult for your sleep and to wake up early in the morning. ഹല്ലേലൂയ. രാത്രിയിൽ ഘനമായിട്ട് ഭക്ഷണം കഴിച്ചാൽ അതിരാവിലെ എഴുന്നേൽക്കാൻ ബുദ്ധിമുട്ടാണ്. Hallelujah. Praise the For Lord. people from India, it's 9 o'clock to 10:30 when they have their full food. ഇന്ത്യക്കാർ ലേറ്റ് ആയിട്ടാണ് വലിയ Bless Indians in Jesus' name. ഇന്ത്യക്കാരെ യേശുനാഥൻ Hallelujah. അനുഗ്രഹിക്കട്ടെ. Now, if you want to wake up in the morning and praise God, രാവിലെ എഴുന്നേറ്റ് ദൈവത്തെ സ്തുതിക്കണമെങ്കിൽ sacrifice the evening meal. വൈകുന്നേരത്തെ ഭക്ഷണം വെടിയ. People, it is so important. That's what I'm telling you that. ഞാൻ പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമായതുകൊണ്ടാണ്. There is something which God wants to speak to Pastor Thomas, which he has not told me. ഹല്ലേലൂയ. എനിക്ക് വെളിപ്പെടുത്താത്ത ചില കാര്യങ്ങൾ പാസ്റ്റർ തോമസിന് വെളിപ്പെടുത്താൻ ദൈവത്തിന് There's ഇഷ്ടമാണ്. something that God wants to tell my dad here, which God doesn't want, which has not told me. എന്നോട് പറയാത്ത ചില കാര്യം എന്റെ പിതാവിന് വെളിപ്പെടുത്താൻ ദൈവത്തിന് ഇഷ്ടമാണ്. Something for Sister Rachel, which God doesn't tell me. എന്നോട് പറയാത്ത സിസ്റ്റർ റേച്ചലിന് വെളിപ്പെടുത്താൻ ദൈവത്തിന് ഇഷ്ടമാണ്. Won't you be excited when God tells you something personally and says, I have not yet disclosed it to your pastor, but I am telling you? Would it be exciting to hear that? ഇങ്ങനെ ദൈവം നിങ്ങളോട് പറയാ നിങ്ങളുടെ പാസ്റ്റർ പോലും ഞാൻ വെളിപ്പെടുത്താൻ നിന്നോട് പറയുകയാണെന്ന് പറഞ്ഞാൽ Eventually നമുക്ക് ഉത്സാഹമില്ലേ? the pastor may know it, praise God. ഒരുപക്ഷെ പാസ്റ്റർ അറിയും. But what I am trying to impress is knowing God personally, hearing from Him, hearing His voice. ഹല്ലേലൂയ. ഞാൻ പറയുന്നതിന് താല്പര്യം വ്യക്തിപരമായി ദൈവത്തിന്റെ ശബ്ദം കേൾക്കുന്നതിനെ പറ്റിയാ. Hallelujah. So will you decide to do that? നമ്മളൊക്കെ ചെയ്യാൻ I തീരുമാനിക്കാം. was challenged once like this. ഒരിക്കലും ഇങ്ങനെ ഒരു ചലഞ്ച് എനിക്കുണ്ടായി. God doesn't speak to you personally. വ്യക്തിപരമായി ദൈവം സംസാരിക്കത്തില്ല. Who told you? ആര് പറഞ്ഞു? I am telling you. ഞാൻ പറഞ്ഞു. God speaks to me personally. I hear Him.
എന്നോട് വ്യക്തിപരമായി ദൈവം സംസാരിക്കും, ഞാനത് കേൾക്കും. The Bible says, ദൈവവചനം പറയുന്നു, my sheep hear my voice. എന്റെ ആടുകൾ എന്റെ ശബ്ദം കേൾക്കുന്നു. Hallelujah. ഹല്ലേലൂയ. My sheep hear my voice. എന്റെ ആടുകൾ എന്റെ ശബ്ദം കേൾക്കും. Let's look to Matthew 16:11. മത്തായി 16:11 നോക്കാം. താങ്ക് യു കർത്താവേ, നല്ല ദൈവമേ, സ്തുതിക്കും ദൈവമേ. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ആമേൻ, ആമേൻ. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. I need it. Thank you Lord. Let's look to Matthew 16 verses 13 onwards. 13 മുതലുള്ള വാക്യം വായിച്ചേ. When Jesus came into the coast of Caesarea Philippi, he asked his disciples, saying, whom do men say that I, the Son of Man, am? ആമേൻ. And they said, some say that you are John the Baptist, some Elias, and others Jeremiah or one of the prophets. He said unto them, but who do you say that I am? Simon Peter answered and said, you are the Christ, the Son of the living God. Jesus answered and said unto him, blessed are you, Simon, son of Jonah, for flesh and blood has not revealed it to you, but my Father which is in heaven. And I say unto you, you are Peter, and upon this rock I will build my church, and the gates of hell shall not prevail against it. And I will give unto thee the keys of the kingdom of heaven, and whatsoever you shall bind on earth shall be bound in heaven, and whatever you shall loose on earth shall be loosed in heaven. Hallelujah. You want to read it? It's okay, Mama. ഫിലിപ്പിന്റെ കാര്യം. Just listen, it's clear. You can read it, ശ്രദ്ധിച്ചാൽ all of you can read it in Malayalam. This is the foundation principle of building a church. ദൈവസഭ സ്ഥാപിക്കുന്നതിനുള്ള അടിസ്ഥാന തത്വമാണ് ഇവിടെ What കാണുന്നത്. is a church? എന്താണ് ഒരു സഭ? The church is not a building. സഭ വെറും ഒരു കെട്ടിടമല്ല. You are the church. നിങ്ങളാണ് സഭ. If you like, turn to somebody next to you and say, you are the church. അടുത്ത ഒരാളുടെ തിരിഞ്ഞ് നിങ്ങൾക്ക് പറയാൻ പറ്റും, I am the church. You are the church. You are the church. Then say, I am the നിങ്ങളാണ് church സഭ. too. I am the church എന്നും പറയാം. I am the church. ഞാനൊരു സഭയാണ്. Hallelujah. Amen. We are the church. നമ്മൾ ഒന്നിച്ച സഭയാണ്. In the new covenant, പുതിയ നിയമത്തിൽ God dwells in us. ദൈവം വസിക്കുന്ന നമ്മുടെ ഉള്ളിലാണ്. After the meeting, we all go out. നമ്മൾ മീറ്റിംഗ് കഴിഞ്ഞ് വീട്ടിൽ പോകും. What happens? You think God is here? ദൈവം ഇവിടെയുണ്ടോ? Yes, he sends his angels to protect this thing. ഈ സാങ്ച്വറി സംരക്ഷിക്കാൻ തന്നെ ദൂതന്മാരെ ദൈവം അയക്കും. Oh, by the way, do you know that? നിങ്ങൾക്ക് അറിയാമോ? The angels are here all the time. എപ്പോഴും ദൂതന്മാരുണ്ട്. Hallelujah. Praise the Lord. But God comes with us. എന്നാൽ ദൈവം നമ്മുടെ കൂടെ വരും. In the old covenant, പഴയ നിയമത്തിൽ they left God in the sanctuary. അവര് ആലയത്തിൽ ദൈവത്തെ വിടും. They took the angels with them. ഏഞ്ചൽസിനെ കൂടെ In the new covenant, പുതിയ നിയമത്തിൽ we ask the angels to take care of, we tell the Lord, and the Lord deputes his angels to take care of all our goods. ഹല്ലേലൂയ. നമ്മുടെ കാര്യങ്ങളെല്ലാം ദൂതന്മാരുടെ സംരക്ഷണത്തിൽ ദൈവം God comes with us. ദൈവം നമ്മുടെ കൂടെ God വരും. is always with us. ദൈവം എപ്പോഴും നമ്മുടെ So കൂടെ who വരും. is the church? അപ്പൊ ആരാണ് സഭ? We are the church. നാമാണ് സഭ. Wherever we meet, 2 or 3 are gathered in the name of Jesus, in the authority of Jesus, in the character of Jesus. He is right there in their midst. ആമേൻ. യേശുവിന്റെ സ്വഭാവത്തിലും അധികാരത്തിലും 2-3 പേർ കൂടി വരുന്നിടത്ത് യേശു കടന്നു വരും. അവിടാണ് സഭ. It is that church which Jesus is speaking about. ആ സഭയെ പറ്റിയാണ് കർത്താവ് പറയുന്നത്. I will build my church, ഞാൻ എന്റെ സഭയെ പണിയും, and the gates of hell will not prevail against it. പാതാള ഗോപുരങ്ങൾ അതിനെതിരെ ജയിക്കത്തില്ല. 2 or 3 people gathered together. 2-3 പേർ ഒന്നിച്ചു കൂടുക. Just like that. അതുപോലെ Calling upon the name of Jesus. യേശുവിനെ നാം Do വിളിക്കുക. you think Jesus will be there? യേശു കാണുമോ? Those who say yes, lift your hands. ഹല്ലേലൂയ. യേശു എന്ന് പറയുന്ന ഒരു What കർമ്മം. if they come together with the wrong spirit? ഒരു തെറ്റായ ആത്മാവിലാണ് വരുന്നതെങ്കിലോ Will God be there? കാണുമോ? Church, I want you to understand it very clearly. നിങ്ങൾ മനസ്സിലാക്കണം. All the churches in the world say this. എല്ലാ സഭകളും ഇത് പറയും. All the prayer meetings say the same thing. എല്ലാ പ്രാർത്ഥനാ മീറ്റിംഗിലും ഇത് 2 പറയും. or 3 people gathered together in the name of Jesus. Jesus said, I'll be in their midst. യേശു പറഞ്ഞു 2-3 പേരുടെ നാമത്തിൽ കൂടി Let me ask you. ഞാൻ ചോദിക്കട്ടെ. 3 or 4 demons coming together in Philadelphia. ഫിലഡൽഫിയയിൽ 2-3 ഭൂതങ്ങൾ ഒന്നിച്ചു കൂടിയാൽ Let us say they have some drums. അവർക്ക് ചില ഡ്രംസ് ഉണ്ട്, And let's say they have a keyboard. അവർക്ക് കീബോർഡ് ഉണ്ട്. Do you think God will be in their midst? ദൈവം ഇവിടെ കാണുമോ? Why not? They are coming together. Supposing they come together in the name of Jesus. യേശുവിന്റെ What നാമത്തിൽ does it mean to come together in the name of Jesus? യേശുവിന്റെ നാമത്തിൽ കൂടി വരിക എന്ന് പറഞ്ഞാൽ You must come under the authority of the Lord Jesus Christ. യേശുക്രിസ്തുവിന്റെ അധികാരത്തിന് കീഴിൽ വരണം. And the character of the Lord Jesus Christ is imperative. യേശുവിന്റെ സ്വഭാവം നിർബന്ധമാണ്. That is the meaning of the word name of Jesus. യേശുവിന്റെ നാമം എന്ന് പറഞ്ഞാൽ അതാണ്. Because I come from a community where they always talk about the name of Jesus. ഞാൻ കടന്നു വരുന്ന സമൂഹത്തിൽ എപ്പോഴും യേശുവിന്റെ പേര് If പറയും. Jesus is in your midst, He will manifest His glory. യേശു നിങ്ങളുടെ മധ്യത്തിലുണ്ടെങ്കിൽ തന്റെ മഹത്വം വെളിപ്പെടും. That is the mark of real church. അതാണ് യഥാർത്ഥ സഭയുടെ അടയാളം. 2 or 3 brothers and sisters coming together. 2-3 സഹോദരി സമൂഹം They ഒന്നിച്ചു are കൂടുന്നു. submissive to God. ദൈവത്തിന് കീഴ്പ്പെടുന്നവർ, They are submissive to one another. പരസ്പരം They കീഴ്പ്പെടുന്നവർ, sit together and pray. ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കും. Things will happen. കാര്യങ്ങൾ നടക്കും. If I
sit together and start praying that somebody else is going to be destroyed, do you think God will stand with me? മറ്റൊരാളെ നശിപ്പിക്കാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചാൽ ദൈവം എൻ്റെ കൂടെ നിൽക്കുമോ? So don't understand what is meant by this. ഇതിന്റെ അർത്ഥം മനസ്സിലാക്കണം. 2 or 3 people who gather in the character and authority of the Lord Jesus Christ. യേശുവിന്റെ സ്വഭാവത്തിലും യേശുവിന്റെ അധികാരത്തിലും 2-3 പേർ കൂടുന്നിടത്താണ് യേശു വരുന്നത്. That is the church. അതാണ് സഭ. Do I hear an amen about that? ഹല്ലേലൂയ. Don't let people fool you. ആളുകൾ നിങ്ങളെ കളിപ്പിക്കരുത്. Don't let the devil fool you into all that. പിശാച് കളിപ്പിക്കരുത്. What is the purpose of a church? സഭയുടെ ഉദ്ദേശം എന്താണ്? It is written very clearly. വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. I have given you an authority. ഞാൻ നിനക്കൊരു അധികാരം തരിക. You see in verse 17, 17-ാം വാക്യത്തിൽ Jesus said, "Blessed are you, Simon Barjona, for flesh and blood has not revealed it to you, but my Father which is in heaven." Verse 18, the first thing that comes out of a church. സഭയിൽ നിന്ന് കടന്നു വരുന്ന ഒന്നാമത്തെ കാര്യം, You are Peter. നീ പത്രോസ് ആകുന്നു. In the church, you know who you are. സഭയിൽ നിങ്ങൾ ആരാ നിങ്ങൾക്കറിയാം. Hello. Praise the Lord. In a real church, യഥാർത്ഥ സഭയിൽ you will know who you are. നിങ്ങൾ ആരും നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റും. You will know your calling. നിങ്ങളുടെ വിളി അറിയാം. You will know your standing. നിങ്ങളുടെ നിൽപ്പറിയാം. You will know your relationship with God. ദൈവമായുള്ള ബന്ധം അറിയാം. If you are in relationship, true and right relationship with the Lord in the church. ദൈവവുമായുള്ള യഥാർത്ഥ ബന്ധത്തിലാണെങ്കിൽ നിങ്ങൾക്ക് തിരിച്ചറിയാൻ I പറ്റും. have a question for you today. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. How many of you were pulled into church today? എത്ര പേരെ നിർബന്ധിച്ച് ചർച്ച കൊണ്ടുവന്നിട്ടുണ്ട്? Anybody here? ആരെങ്കിലും ഉണ്ടോ? Pulled into church. നിർബന്ധിച്ച് വന്നിട്ടുള്ളവരുണ്ടോ? Why did you come? എന്തുകൊണ്ടാണ് നിങ്ങൾ വന്നത്? Because you know in your heart, in your spirit that this is your place. കാരണം നിങ്ങളുടെ ആത്മാവിൽ നിങ്ങൾക്കറിയാം ഇവിടെയാണ് ഞാൻ ആയിരിക്കേണ്ടത്. Do I hear an amen? സ്തോത്രം സ്തോത്രം സ്തോത്രം. Hallelujah. ഹല്ലേലൂയ. Praise God. ഹല്ലേലൂയ. You are not under any obligation to come here because of me. ഇവിടെ നിങ്ങൾ വന്നതുകൊണ്ട് നിങ്ങൾ ആരോടും ഒരു കടപ്പാട് വേണ്ട. If any of you have an obligation like that, there is no obligation between each of us. അങ്ങനെ ഒരു കടപ്പാടുണ്ട്. നമ്മൾ തമ്മിൽ അങ്ങനെ ഒരു കടപ്പാടില്ല. You come because the Lord has called you into this place. കർത്താവ് നിങ്ങളെ വിളിച്ചത് കൊണ്ടാണ് നിങ്ങളിവിടെ വന്നത്. Do I hear an amen, people? അല്ലേ, ഞങ്ങൾ ആമേൻ പറയുമോ? In the church of the living God, you know who you are. ജീവനുള്ള ദൈവത്തിന്റെ സഭയിൽ നിങ്ങളുടെ സ്ഥാനം നിങ്ങൾക്കറിയാം. And I want you to know, any of you, every one of you here is so welcome. You don't know how welcome I feel when I walk into this church. ഞാൻ ഈ സഭയിൽ കടന്നു വരുമ്പോൾ ഞാൻ എത്ര നിങ്ങളെ സ്വാഗതം ചെയ്യുന്നുണ്ടെന്ന് നിങ്ങൾക്കറിയാം. Jesus told Peter, യേശു പത്രോസിനോട് പറഞ്ഞു, "You are Peter, Simon son of Jonah, you are Peter. ബർയോന ശിമോനെ നീ ഭാഗ്യവാൻ, നീ പത്രോസാകുന്നു. You are the rock. നീയാണ് പാറ. I am the rock. ഞാനാകുന്നു പാറ. You are a small piece of that rock. നീ ഒരു ചെറിയ പാറ A കഷണമാണ്. small piece of rock. ഒരു പാറ കഷണമാണ്. What is your identity in Christ? നമ്മുടെ ക്രിസ്തുവിലുള്ള ഐഡന്റിറ്റി You എന്താണ്? can say, I am a small piece of my Lord Jesus Christ. ഹല്ലേലൂയ. നമുക്ക് പറയാൻ പറ്റും ഞാൻ കർത്താവ് യേശുവിന്റെ ഒരു ചെറിയ ഭാഗമാണ്. Hallelujah. ഹല്ലേലൂയ. How many people say an amen to that? എത്ര പേർ അതിനോട് ആമേൻ It പറയോ? is using that little rocks here and there that God builds his church. ആമേൻ ആമേൻ. ആ ഓരോ കഷണം കല്ലുകളെ കൂട്ടിച്ചേർത്ത് ദൈവം തന്റെ സഭയെ പണിയും. Hallelujah. Praise the Lord. Are you with me, people of God? മനസ്സിലാകുന്നുണ്ടോ? So in the real church of the living God, യഥാർത്ഥ ദൈവസഭയിൽ we all have a personality. നമുക്കൊരു വ്യക്തിത്വമുണ്ട്. Let me talk about personality. വ്യക്തിത്വത്തെ പറ്റി പറയാം. Today, Christianity is full of imitation. ഇന്ന് ക്രിസ്തീയത്വം എല്ലാം അഭിനയങ്ങളാ. No. Anugaranama. You അനുകരണങ്ങൾ. look into the TV. ടി വി നോക്കി You see a man of God preaching like this. ഒരു ദേവദാസൻ ഇങ്ങനെ പ്രസംഗിക്കും. Everybody wants to preach like that. എല്ലാവർക്കും അങ്ങനെ You പ്രസംഗിക്കണം. see a woman of God doing something. ഒരു കർത്താവിന്റെ ദാസി ഇങ്ങനെ ചെയ്യുന്നു. Everybody is like that. എല്ലാവർക്കും അങ്ങനെ But ചെയ്യണം. in the true church of the living God, എന്നാൽ യഥാർത്ഥ ദൈവസഭയിൽ there are no imitations. ഹല്ലേലൂയ അവിടെ അനുകരണങ്ങളില്ല. Everybody is different in their makeup, in their setup. ഹല്ലേലൂയ അവരുടെ വ്യക്തിത്വത്തിൽ വ്യത്യാസമുണ്ട്. And there is a ministry that can come only through you, which nobody else can do. ആമേൻ ആമേൻ. മറ്റുള്ളവർക്ക് ചെയ്യാൻ കഴിയാത്ത നിങ്ങൾക്ക് മാത്രം ചെയ്യാൻ വെക്കുന്ന ഒരു ശുശ്രൂഷ ദൈവം That വെച്ചിട്ടുണ്ട്. is why Jesus said, "You are Peter. അതുകൊണ്ടാണ് പത്രോസിനോട് നീ You're not പത്രോസ്, like Andrew. നീ അന്ത്രോസിനെ പോലെ You're അല്ല, not like Philip. നീ ഫിലിപ്പോസിനെ പോലെ You're അല്ല, not like so and so. നീ ഇന്നാരെ പോലെ അല്ല. You are different. You are separated. You are mine." ഓ നീ വ്യത്യസ്തനാണ്, നീ വേർപെട്ടവനാണ്, നീ എന്റേതാണ്. People of God, find your identity in Christ. ഓ ദൈവജനമേ നമ്മുടെ തിരിച്ചറിയൽ ക്രിസ്തുയേശുവിലുള്ള നമ്മുടെ ഐഡന്റിറ്റി There തിരിച്ചറിയാം. are people who go to psychology, people who go to hospitals which are necessary for mentally challenged people. ഹല്ലേലൂയ. അതെ, മാനസിക രോഗമുള്ളവർക്ക് വേണ്ടി ആശുപത്രികളുണ്ട്. One of the problems they have, അവരുടെ പ്രശ്നം who am I, doctor? അവർക്ക് അറിയത്തില്ല തങ്ങൾ ആരാണെന്ന്. They have so many personalities around them. അവർക്ക് പല But I tell you, in വ്യത്യസ്ത Christ, there is only one personality. എന്നാൽ ക്രിസ്തുയേശുവിൽ ഒരു വ്യക്തിത്വമേ ഉള്ളൂ. Jesus, God said, "I am that I am." ഓ ദൈവം പറയുന്നു ഞാനാകുന്നു, There is ഞാനാകുന്നു. none like me. എന്നെ പോലെ മറ്റാരുമില്ല. People who are connected to that God, ആ ദൈവവുമായി they ബന്ധപ്പെട്ടിരിക്കുന്നവർ know that identity for themselves. അവരുടെ തിരിച്ചറിയൽ അവർക്കറിയാം. So that's the first thing you hear from a church. അതാണ് സഭയിൽ ഒന്നാമത് You കേൾക്കുന്നത്. are Peter. നീ പത്രോസാകുന്നു. The second thing we see there, രണ്ടാമത് കാണുന്നത് verses 13, 13-ാം വാക്യം. "And upon this rock I will build
my church. ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും. Hallelujah. ഹല്ലേലൂയ. Peter, that's my plan for you. പത്രോസേ, എനിക്ക് നിന്നെ പറ്റിയുള്ള പദ്ധതി ഇതാ. Peter has written probably 2 epistles. 2 ലേഖനങ്ങൾ പത്രോസ് Paul എഴുതിയിട്ടുണ്ട്. has written more. പൗലോസ് അധികം എഴുതി. But do you know whose authority was bigger? നിങ്ങൾക്കറിയാം ആരുടെ അധികാരമായിരുന്നു വലുത്? Peter had exercised a greater authority in the early church than Paul. ആദിമസഭയിൽ അധികം അധികാരം ഉപയോഗിച്ചത് പത്രോസാണ്. Peter was a fisherman, അദ്ദേഹം ഒരു മീൻപിടുത്തക്കാരനാണ്, not learned. പഠിത്തമുള്ളവനല്ല. Paul was very educated. പോൾ വളരെ പഠിത്തമുള്ളവനാണ്. If he lived today, he would have got a Harvard degree, Harvard college degree. ഇപ്പോഴായിരുന്നു അനേക ഡോക്ടറേറ്റുകൾ കണ്ടേനെ. And Paul was used by God mightily. പൗലോസിനെ ദൈവം ശക്തമായി ഉപയോഗിച്ചു. Peter had his drawbacks. പീറ്ററിന് തന്റെ ബലഹീനതകൾ ഉണ്ടായിരുന്നു. Paul had his drawbacks. പൗലോസിനും ഉണ്ടായിരുന്നു. But did you know that Peter had to write a letter to make sure that the people agreed to what Paul said? എന്നാൽ നിങ്ങൾക്കറിയാമോ, പൗലോസ് പറഞ്ഞതിനോട് നിങ്ങൾ യോജിക്കണമെന്ന് പറഞ്ഞ് പത്രോസ് ഒരു ലേഖനം In എഴുതിയിട്ടുണ്ട്. one of his letters, ഒരു ലേഖനത്തിൽ Peter writes to the people, പത്രോസ് ഇങ്ങനെ എഴുതി, commenting on the letters of Paul, പൗലോസിന്റെ ലേഖനത്തെ പറ്റി എഴുതി. whose authority was greater. ആരുടെ അധികാരമായിരുന്നു വലുത്? Remember, no matter how weak you may be, if God has set an authority on Thank you, you, Jesus. He will stand with you and do what He wants to you. ആമേൻ. നിങ്ങൾ എത്ര ബലഹീനനാണെങ്കിലും ദൈവം നിങ്ങളുടെ മേൽ ഒരു അധികാരം പകർന്നാൽ ദൈവം നിങ്ങളോട് കൂടെ നിന്ന് ആ അധികാരത്തെ സ്ഥാപിക്കും. You may not be the most eloquent preacher in the world. നിങ്ങളായിരിക്കത്തില്ല ഏറ്റവും നല്ല പ്രസംഗികൻ. Your family life may be going upside down. കുടുംബജീവിതത്തിൽ നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകാം. But when God has said something about you, it shall come to pass. എന്നാൽ ദൈവം നിങ്ങളെ പറ്റി ഒരു കാര്യം പറഞ്ഞിരിക്കുമ്പോൾ ദൈവം അത് നിവർത്തിക്കും. Some time ago, ചില നാളുകൾക്ക് I മുമ്പ് was listening to negative speeches. നെഗറ്റീവ് ആയിട്ടുള്ള കാര്യം ഞാൻ കേൾക്കുവായിരുന്നു. I turned to the Lord. ഞാൻ കർത്താവിനോട് I said, പറഞ്ഞു, Lord, all this negative talk. കർത്താവേ, ഈ ക്ഷയാത്മകമായ And സംസാരങ്ങൾ. the Lord said, കർത്താവ് പറഞ്ഞു, I am speaking over you. ഞാൻ നിന്റെ മേൽ സംസാരിക്കും. No, I am speaking over you. ഞാൻ അതിന്റെ മേൽ സംസാരിക്കും. I am prophesying over you. ഞാൻ നിന്റെ മേൽ പ്രവചിക്കുക. What I say about you will stand. ആമേൻ, ആമേൻ. ഞാൻ പറയുന്നത് നിൽക്കാൻ പോകുന്നു. Not what the devil says. പിശാച് പറയുന്നതല്ല. Not what some Tom, Dick or Harry says. ആരെങ്കിലും എന്തെങ്കിലും I, the പറയുന്നതല്ല. Lord, have said it and it shall be so. ഞാൻ പറയുന്നതാണ് നടക്കാൻ പോകുന്നത്. Church, I want you to be very sure about this. നിങ്ങൾ ഇതിനെ പറ്റി ഉറപ്പാക്കണം. Even if 1 million people speak against you, curse you, what the Lord said about you will stand. ആമേൻ. ദശലക്ഷക്കണക്കിന് ആളുകൾ നിങ്ങൾക്കെതിരെ സംസാരിച്ചാൽ ദൈവം നിങ്ങളെ പറ്റി എന്ത് പറഞ്ഞു അത് നിറവേറും. Even in negative, even in private, when people speak against you, remember, God is saying, you are mine. I have set thee on a strong rock. ആളുകൾ നിങ്ങളെ പറ്റി രഹസ്യമായി പറഞ്ഞാൽ, എത്ര ക്ഷയാത്മകമായി പറഞ്ഞാലും ദൈവം പറയാണ്, ഞാനാണ് നിന്നെ നിർത്തിയിരിക്കുന്നത്, ഞാൻ അത് നിവർത്തിക്കും. How many of you have that confidence today? എത്ര പേർക്ക് ആ ഉറപ്പുണ്ട്? If God has prophesied over you, why do you worry about it? ദൈവം നിങ്ങളുടെ മേൽ പ്രവചിച്ചിട്ടുണ്ടെങ്കിൽ എന്തിനു നീ ഭാരപ്പെടുന്നു? God has prophesied only good things over you. ദൈവം നിന്റെ മേൽ നല്ലത് മാത്രമേ പ്രവചിച്ചിട്ടുള്ളൂ. God said, behold, she is precious to me. That is my daughter. She is my child. I shall be personally responsible for my child. ആമേൻ, ആമേൻ. ദൈവം പറയുന്നു, അവൾ എന്റെ മകളാണ്, ഞാൻ അവളെ സ്നേഹിക്കുന്നു, ഞാൻ അവൾക്ക് That's ഉത്തരവാദിയായിരിക്കും. what happened to Peter too. അതാണ് പത്രോസിന് സംഭവിച്ചത്. Peter went through a lot of difficulties in the early church. ഓ, ആദിമസഭയിൽ പത്രോസിന് He was ബുദ്ധിമുട്ടുണ്ടായി. unsteady in many cases. പലപ്പോഴും അസ്ഥിരനായിരുന്നു. But the Lord said, I will build my church എങ്കിലും കർത്താവ് പറഞ്ഞു, ഞാൻ എന്റെ സഭയെ പണിയും. upon this rock. ഈ പാറമേൽ. What he meant was, അദ്ദേഹം Peter, ദൈവം you are a small rock. പത്രോസേ, നീ ഒരു ചെറിയ കല്ല, And you are on the big rock which I am. എന്നാൽ ഞാനാകുന്ന വലിയ പാറമേലാണ് നീ And on നിൽക്കുന്നത്. this rock I will build my church. ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയും. Hallelujah. Amen. Praise the Lord. Hallelujah. When I say this, the devil is so angry with me. ഞാനിത് പറയുമ്പോൾ പിശാചിന് വളരെ കോപമാണ്. Because I am transferring my confidence into the people. എന്റെ ആത്മവിശ്വാസം ഞാൻ ജനത്തിലേക്ക് Church, this പകരുകയാണ്. is a word for you. Listen to me. സഭയെ നിങ്ങൾക്കുള്ള വാക്കാണ്. God has prophesied over you. ദൈവം നിങ്ങളുടെ മേൽ പ്രവചിച്ചിട്ടുണ്ട്. Even before you were born in the womb of your mother, even before the foundations of the Hallelujah. world, my God in Christ Jesus has prophesied over you. നിങ്ങളുടെ അമ്മയുടെ ഗർഭത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ, ലോകസ്ഥാപനത്തിന് മുമ്പേ ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രഖ്യാപിച്ചിട്ടുണ്ട്. No negative word can stop it. ക്ഷയാത്മകമായ വാക്കതിനെ തടയാൻ പറ്റത്തില്ല. Nobody can close the door. ആർക്കും വാതിൽ അടയ്ക്കാൻ When പറ്റത്തില്ല. my God said it shall be done, it shall be done. അത് നടക്കുവാൻ ദൈവം പറഞ്ഞാൽ നടക്കുക തന്നെ ചെയ്യും. Hallelujah. Amen. That is what God told Peter. അതാണ് പത്രോസിന് ദൈവം പറഞ്ഞത്. You will build my church. നീ എന്റെ സഭയെ പണിയോ. How many church builders are here? എത്ര സഭ പണിയുന്നവരുണ്ട്? How many kingdom builders are here? എത്ര ദൈവരാജ്യം Lift പണിയുന്നവരുണ്ട്? your hands and praise the Lord. കരമുയർത്തി കർത്താവിനെ സ്തുതിക്ക്. That is how powerful our God is. എത്ര ശക്തനാണ് നമ്മുടെ My ദൈവം. God has told me something. എന്റെ ദൈവം ഒരു കാര്യം പറഞ്ഞു. I'm going to tell you this morning. ഞാൻ രാവിലെ പറയുക. In the days to come, my God told me, you will see my glory unleashed as never before. ഓ, വരുന്ന ദിവസങ്ങളിൽ എന്റെ തേജസ് ഞാൻ അഴിച്ചുവിടുന്നത് ഇതുവരെ കാണാത്ത രീതിയിൽ നീ കാണും. Philadelphia, we are prophesying to you. ഫിലഡൽഫിയയെ ഞാൻ നിങ്ങളോട് പ്രവചിക്കുക. What this nation has not seen so far, eye hath not seen nor ear heard, what God has kept for his children. ഈ ദേശം ഇതുവരെ കണ്ടിട്ടില്ലാത്ത, കണ്ണ് കണ്ടിട്ടില്ലാത്ത, ചെവി കേട്ടിട്ടില്ലാത്ത ദൈവം ഈ ദേശത്തിന് മേൽ ചെയ്യാൻ പോകുന്നു.
പോവുകയാണ്. My God will unleash His glory. ദൈവത്തിന്റെ തേജസ്സ് ഇവിടെ അഴിച്ചുവിടും. Only one person can be upset because of that. ഒരു വ്യക്തി മാത്രം നിരാശനാകത്തുള്ളൂ. And the whole land will know ദേശം മുഴുവൻ അത് അറിയും. that Jesus Christ is alive. യേശു കർത്താവ് ജീവിക്കുന്നുവെന്ന്. Hallelujah. Amen. You and I have a part in that. നമുക്കതിൽ പങ്കുണ്ട്. There's going to be a worldwide awakening. ലോകവ്യാപകമായ ഒരു ഉണർവുണ്ടാകും. Many of you will be sent to preach the gospel. നിങ്ങളിൽ പലരെയും ദൈവലോകത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ അയക്കും സുവിശേഷം And I പ്രസംഗിക്കാൻ. tell you one thing very clearly. ഒരു കാര്യം വ്യക്തമായി പറയട്ടെ. It will not be an imitation or a rerun. അത് മറ്റൊരാളുടെ അനുകരണമായിരിക്കത്തില്ല, ഒരു പഴയതിന്റെ കോപ്പി ആയിരിക്കത്തില്ല. We will not imitate or copy a single move in the past. കഴിഞ്ഞ കാലങ്ങളിലെ ഒരു മൂവിനെയും നമ്മൾ കോപ്പി അടിക്കത്തില്ല. We shall seek the Lord early to know His will. ആദികാലത്തെ ദൈവത്തിന്റെ ഹിതം നമ്മൾ അന്വേഷിക്കും. Hallelujah. Amen. So when God is building His church, ദൈവം തന്റെ സഭയെ പണിയുമ്പോൾ God has your personality in mind. നിങ്ങളുടെ വ്യക്തിത്വം ദൈവത്തിന്റെ മനസ്സിലുണ്ട്. He has your future in mind. നിങ്ങളുടെ ഭാവി ദൈവത്തിന്റെ മനസ്സിലുണ്ട്. Hallelujah. Amen. He's a good God. ദൈവം നല്ല ദൈവമാണ്. That is the way God builds His church. അങ്ങനെ ദൈവം സഭയെ പണിയുന്നത്. But there is a missing link. എന്നാൽ ഒരു മിസ്സിംഗ് ലിങ്ക് That is what we must go to today. അതാണ് നമ്മൾ ഇന്ന് But കണ്ടുപിടിക്കേണ്ടത്. are you with me, people of God? മനസ്സിലാവുന്നുണ്ടോ? There is a missing link. അവിടെ ഒരു നഷ്ടപ്പെട്ട കണ്ണിയുണ്ട്. God said something. Jesus said something to Peter. യേശു പത്രോസിനോട് ഒരു കാര്യം പറഞ്ഞു. He said, "Flesh and blood has not revealed this to you, മാംസരക്തങ്ങളല്ല ഇത് നിനക്ക് but വെളിപ്പെടുത്തിയത്. my heavenly Father, എന്റെ സ്വർഗീയ പിതാവാ. He has revealed it to you." പിതാവാണ് നിനക്ക് So what is വെളിപ്പെടുത്തിയത്. the important thing in your building, on your church? നമ്മളാകുന്ന സഭ പണിയുമ്പോൾ എന്താണ് പ്രത്യേകത? Revelations. That's what we heard the word today. ആമേൻ. അതാ നമുക്ക് കിട്ടിയ വാക്ക് വെളിപ്പാട് വേണം. Revelation. വെളിപ്പാട് വേണം. Say loudly, revelation, church. വെളിപ്പാട്, revelation. We must have revelation of who Jesus is. യേശു ആരാണെന്നുള്ള വെളിപ്പാട് നമുക്ക് വേണം. In the life of the disciples, ശിഷ്യന്മാരുടെ ജീവിതത്തിൽ they knew Jesus as a good man, നല്ലൊരു മനുഷ്യനായിട്ട് ശിഷ്യന്മാർക്ക് a യേശുവിനെ good അറിയാം. prophet, നല്ല പ്രവാചകൻ, probably a good miracle worker. നല്ല അത്ഭുതം പ്രവർത്തിക്കുന്നവൻ. They did not know that He was a son of God. എന്നാൽ അവർക്ക് അറിയത്തില്ല ഇത് ദൈവപുത്രനാണ്. They knew it in their mind He could be the son of God. ഒരു പക്ഷേ ദൈവപുത്രനാണോ എന്ന് അവർക്ക് ആ That ചിന്തയുണ്ടായിരുന്നു. is why Jesus said, അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, "Who do you say that I am?" എന്നെ പറ്റി നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു, ഞാൻ ആരാണ് നിങ്ങൾ പറയുന്നു? That is when the revelation came. അപ്പോഴാണ് വെളിപ്പാട് വന്നത്. Peter suddenly was inspired. പെട്ടെന്ന് പത്രോസിന് ഇൻസ്പിറേഷൻ ഉണ്ടായി. Peter is always inspired. എപ്പോഴും പത്രോസ് ഇൻസ്പിറേഷൻ. God inspired Peter. പത്രോസിന്റെ മനസ്സുണർത്തി. Out of his mouth came that glorious truth. ഹല്ലേലൂയ. തന്റെ വായിൽ കൂടെ ആ സത്യം പുറത്തു വന്നു. He did not keep it in his mind. തന്റെ മനസ്സിൽ വെച്ചില്ല. He brought it. His mouth proclaimed that revelation. ആ വെളിപ്പാട് തന്റെ വായിൽ കൂടെ പ്രഖ്യാപിച്ചു. Church, we are revealing something to you. May the Lord reveal it to you. ഹല്ലേലൂയ. നിങ്ങൾക്ക് ദൈവം വെളിപ്പെടുത്തട്ടെ. The revelation of God is not to be kept in your mind. It has to be declared with your mouth. ആമേൻ, ആമേൻ, ആമേൻ. ദൈവത്തെ പറ്റിയുള്ള വെളിപ്പാട് നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കാനുള്ളതല്ല, പ്രഖ്യാപിക്കാനുള്ളതാണ്. So with the heart a man believes, with the mouth he confesses it. ആമേൻ. എന്തുകൊണ്ടെന്നാൽ ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായ് കൊണ്ട് പ്രഖ്യാപിക്കണം. If you believe that Jesus Christ is the Son of God, you will declare it. യേശു ദൈവപുത്രൻ നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ നിങ്ങൾ പ്രഖ്യാപിക്കും. Now Peter did not get into an argument with the rest of the disciples. മറ്റുള്ളവരുമായി വാദപ്രതിവാദത്തിൽ പത്രോസ് Nobody ഏർപ്പെട്ടില്ല. got into an argument with him. ആരും തന്നോടും അഭിപ്രായ വ്യത്യാസം He ഉണ്ടായില്ല. spoke the revelation. സത്യം പറഞ്ഞു. He spoke the truth. സത്യം പറഞ്ഞു. He spoke the fact. യാഥാർത്ഥ്യം പറഞ്ഞു. Because God spoke through him. കാരണം ദൈവം പത്രോസിൽ കൂടെ സംസാരിച്ചേ. Here is a word for the church. സഭയ്ക്ക് ഒരു വചനം ഇതാ When തരുന്നത്. God speaks through you, ദൈവം നിങ്ങളിൽ കൂടെ tell സംസാരിക്കും. me, who can stop you? ആർക്ക് നിങ്ങളെ തടയാൻ പറ്റും? Church, when God speaks through you, സഭയെ നിങ്ങളിൽ കൂടെ ദൈവം who സംസാരിക്കും. can stop you? ആർക്ക് നിങ്ങളെ തടയാൻ പറ്റും? That is why we have been given the mouth to activate the praises of God. അതുകൊണ്ടാണ് ദൈവത്തിന്റെ സ്തുതി അർപ്പിക്കുവാൻ നമുക്ക് വായ തന്നിരിക്കുന്നത്. Whenever we are in difficulties, നമ്മൾ പ്രതികൂലത്തിലായിരിക്കുമ്പോൾ, when we believe in our heart ഹൃദയത്തിൽ വിശ്വസിച്ച് and begin to confess praises of our situation, ആ സാഹചര്യത്തിന്മേൽ സ്തുതി അർപ്പിക്കുമ്പോൾ the devil just goes away. പിശാച് ഓടിപ്പോകും. How many of you want a demonstration? എത്ര പേർക്ക് അതിന്റെ അനുഭവം വേണം? I want to demonstrate to you how the situation is going to change. സാഹചര്യം മാറുന്നത് ഞാൻ ഒന്ന് കാണിക്കാം. My God is going to change the situation ഈ here. സാഹചര്യം ഇപ്പോൾ മാറ്റാൻ If you പോകുകയാണ്. don't want to be part of it, you can go out and come back after 10 minutes. നിങ്ങൾക്ക് അതിൽ പങ്കാളിയാകേണ്ട വെളിയിൽ I പോകാം. want you to close your eyes right now. പെട്ടെന്ന് കണ്ണുകൾ And I അടയ്ക്കാം. want you to start praising the Lord. ഓ നമുക്ക് സ്തുതിക്കാം കർത്താവിനെ. Just ask God for grace. കർത്താവിനോട് കൃപ ചോദിക്കാം. Ask praise the Lord. ആലേ കർത്താവിനെ സ്തുതിക്കാം. You see how different your mouth is going to be. ഓ നിങ്ങളുടെ വായുടെ വ്യത്യാസം ശ്രദ്ധിച്ചോ? Whatever situation you are, സാഹചര്യം എന്തായാലും all of you praise the Lord. എല്ലാവരും ദൈവത്തെ സ്തുതിക്കാം. Just praise the Lord. നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. No keyboard, no guitar, nothing is needed here. കീബോർഡ് വേണ്ട, ഗിറ്റാർ വേണ്ട, വായ തുറന്ന് ദൈവത്തെ Oh, സ്തുതിച്ചാൽ let's മതി. just praise Him. All of us, let's കർത്താവിനെ praise Him. സ്തുതിക്കാം. എല്ലാവരും ഒന്നിച്ച് സ്തുതിക്കാം. Praise Him and thank Him and praise Him. ഹല്ലേലൂയ. നന്ദി പറയാം. ഹല്ലേലൂയ. Yes, let's praise Him. യെസ് യെസ്. See the difference. വ്യത്യാസം പെട്ടെന്ന് അനുഭവപ്പെടും. Lord, we pray that You'll open up mouths. Thank you Jesus. Lord, release mouths. ഹല്ലേലൂയ. കർത്താവേ സ്തോത്രം. No talking. Pray. Just praise the Lord. Praise the Lord. Praise the Lord. Praise the Lord. Just praise the Lord.
Thank you, Lord. Thank you, Lord. Lord, give us a garment of praise, Lord. Give us a garment of praise. അവൻ സ്തുതികളിൽ മേൽ We വസിക്കുന്നു. receive the garment of praise and Oh. joy. Let ഹല്ലേലൂയ. the people be activated to praise the Lord. Praise the ആമേൻ, Lord. ആമേൻ, ആമേൻ. തന്റെ ജനത്തിന്റെ സ്തുതികളിൽ മേൽ അവൻ വസിക്കുന്നവനാണ്. Let's ആമേൻ. thank the Lord. അവൻ നമുക്ക് സ്തുതി എന്ന മേലോട് Let's thank തന്നിരിക്കുക. the Lord. ദൈവത്തിന് നന്ദി പറയാം. Yes, thank the Lord and praise Him. ഓ നന്ദി പറഞ്ഞു ദൈവത്തെ സ്തുതിക്കാം. Ask Him for grace to praise Him. ഓ തന്നെ സ്തുതിക്കുവാൻ കൃപ തരണമെന്ന് ചോദിക്കാം. Ask Him for grace. കൃപ ചോദിക്കാം. Right now. ഇപ്പോൾ തന്നെ. Children, I want you to start praising God. ഓ രബലരബാനി ഹന്തരാമന. Just praise God. ഹല്ലേലൂയ. Just praise God. Thank the Lord. Please open your mouths and praise God. Thank you, Jesus. Jesus, Jesus, we worship you, we worship you, we worship you. Lord, we Lord, send your fire on her. Hallelujah. You are more than Jesus. Lord, stability, sensibility. Praise you, praise you, praise you, praise you. Praise. You know, just flow with the Spirit. Just say yes to the Spirit. Lord, let your grace fall. Thank you, Lord. Thank you, Lord. Lord, trust you, Lord. Trust you, Lord. Jesus. Praise you, Lord. Praise you, Lord. Open your mouth and praise God. Jesus. Jesus. We praise you. We praise you. We praise you. We praise you. We thank you, Lord. We praise you, Lord. We bless you, Lord. We bless you, Lord. We bless you, Lord. We bless you, Lord. Praise you, Lord. Go up. Go up. Praise Him. Praise Him. Jesus, our blessed Redeemer. Sing, oh, earth is wonderful love proclaim. Your word? You have a word? Huh? The Lord has a word for us. ദൈവം ഒരു വചനം തന്നു. കർത്താവിൻ്റെ ഫേവർ എനിക്ക് വളരെ ഉണ്ടെന്നുള്ളത് എനിക്കറിയത്തില്ല, എത്ര പറഞ്ഞാലും മനസ്സിലാകത്തില്ല. ഞാനിന്ന് എപ്പോഴും എനിക്ക് ജോലി കഴിയും, ഈ വീക്കെൻഡ് ജോലി ഉള്ളപ്പോൾ എൻ്റെ ദൈവത്തിൻ്റെ വലിയ ഫേവർ എന്നോട് കൂടെയുണ്ട്. ഇന്ന് ഞാൻ രാവിലെ യാത്ര ചെയ്ത് ഇങ്ങനെ വരുന്ന വഴിക്ക് ഞാൻ നമ്മുടെ ചർച്ചിന് വേണ്ടി ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് വരികയായിരുന്നു. പ്രേയർ ചെയ്തുകൊണ്ട് ഞാൻ ഇങ്ങനെ വരികയായിരുന്നു. കർത്താവെ, ഒരു വ്യത്യസ്തമായ രീതിയിൽ എൻ്റെ ദൈവമേ നിൻ്റെ ആരാധന ഞങ്ങളുടെ സഭയിൽ നടക്കണമെന്ന് ഞാനിങ്ങനെ പ്രാർത്ഥിച്ച് വരികയായിരുന്നു. കർത്താവിൻ്റെ ആ പരിശുദ്ധാത്മാവിൻ്റെ വലിയ ശക്തി ഇവിടെ വ്യാപരിക്കണം, ഇതൊക്കെ ഇങ്ങനെ മനസ്സിൽ പറഞ്ഞുകൊണ്ട് ഞാനിങ്ങനെ അന്യഭാഷയിൽ കർത്താവിനെ ആരാധിച്ചുകൊണ്ട് വീട്ടിൽ വന്നു. ഇങ്ങനെ ആരാധനയിൽ സംബന്ധിപ്പാനിടയായി. എന്നാൽ ആരാധന മധ്യേ എൻ്റെ കർത്താവ് എന്നോട് സംസാരിച്ച കാര്യങ്ങൾ അതെല്ലാം ഷിജു ബ്രദർ, നമ്മുടെ പാസ്റ്റർ, അത് വചനമായിട്ട് നമുക്ക് തന്നു.
അതിനായിട്ട് ഞാൻ നന്ദിയോടെ സ്തുതിക്കുകയാണ്, സ്തോത്രം ചെയ്യുകയാണ്. കർത്താവ് എത്ര വലിയവനാണ്. എൻ്റെ കർത്താവ് ജീവിക്കുന്ന ദൈവമാണ്. ആ ജീവിക്കുന്ന യേശു നമ്മുടെ സഭയിലുള്ളതിനായിട്ട് ഞാൻ കർത്താവിനെ നന്ദിയോടെ സ്തുതിക്കുന്നു. ഞാനിത് പറഞ്ഞില്ലെങ്കിൽ എനിക്ക് ഇവിടെ ഇരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നത്, ദൈവം നമ്മുടെ എത്ര ആഗ്രഹങ്ങളെ, ദൈവം നമ്മുടെ ഹൃദയത്തിലെ ഓരോ ചെറിയ ആഗ്രഹങ്ങളെ പോലും മാനിക്കുന്ന കർത്താവാണ്. ഞാനിവിടെ ഇരുന്ന് ആരാധിച്ചപ്പോൾ എൻ്റെ ദൈവം എന്നോട് പറഞ്ഞു, ഞാൻ ക്രിസ്തുവാകുന്നു, ഈ പാറമേലാണ് ഞാൻ എൻ്റെ ഈ സഭയെ പണിതിരിക്കുന്നത്. ഈ പാറമേലാണ് ഞാൻ ഇതിനെ പണിതിരിക്കുന്നത്. ഒരു വ്യക്തിക്കും ഇതിനൊന്നും ചെയ്യുവാൻ സാധിക്കില്ല. അത് കഴിഞ്ഞപ്പോൾ എനിക്കൊന്നും മനസ്സിലായില്ല. ഞാൻ അല്പനേരം അവിടെ നിന്നു. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായത്, ഒരു ചെറിയൊരു ഹാഫ് പാർട്ട് ഓഫ് ചിറക്, അത് കറുത്തതൊന്നുമല്ല, ഈ ശംഖിൻ്റെ മാതിരിയുള്ള ഒരു ചിറക് ഇങ്ങനെ നിന്നു. അപ്പോൾ എനിക്ക് പിന്നെ ഷിജു ബ്രദർ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് വന്നു കൊടയെ പറ്റി. അപ്പോൾ എനിക്ക് മനസ്സിലായി കർത്താവ് സംസാരിച്ച കാര്യം. ആ കൊട കീഴിലാണ് നമ്മളായിരിക്കുന്നത്. അതെ, കർത്താവ് ആ ചിറക് കൊണ്ട് നമ്മളെ മറച്ചിരിക്കുകയാണ്. ഈ സഭയെ ആ ചിറകിൻ്റെ ഉള്ളിലാണ് നമ്മളിപ്പോൾ ആയിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി. അത് കഴിഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞത്, ആ ചിറകിന്റെ കീഴിലാണെന്ന് പറഞ്ഞു. പിന്നെ ഈ പാറമേൽ ഞാൻ ഈ സഭയെ പണിയും. അത് കഴിഞ്ഞ ഒരു കാര്യം പറഞ്ഞത് ഇതാണ്, ഈ ഫിലഡൽഫിയ പട്ടണം ഞാൻ നിന്നെ മഹാജാതിയാക്കും, അങ്ങനെ ഒരു വേർഡ് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പറഞ്ഞത് എന്താന്ന് വെച്ചാല്, ഈ ഫിലഡൽഫിയ പട്ടണമേ, ഞാൻ നിന്നെ എല്ലാം ഈ കുട കീഴിനുള്ളിൽ കൊണ്ടുവരികയും, അങ്ങനെയെല്ലാം പറഞ്ഞു. ഇതെല്ലാം പറഞ്ഞ് ഞാൻ ഇതെല്ലാം ഇങ്ങനെ ഉള്ളിൽ ഇങ്ങനെ ധ്യാനിച്ചിരിക്കുമ്പോൾ ഓരോന്നായിട്ട് നമ്മളുടെ പാസ്റ്റർ ഈ വചനമെല്ലാം ഇങ്ങനെ സംസാരിച്ചു. ഇന്ന് പറഞ്ഞ വചനം മൊത്തം എൻ്റെ കർത്താവ് ഞാൻ ആരാധനയിൽ തന്ന വചനങ്ങളാണ്. Hallelujah. Lord, your power on her in Jesus' name. Thank you, Lord. Thank you, Lord. നമ്മുടെ ദൈവം എന്ത് ജീവിക്കുന്ന അത് കഴിഞ്ഞ അവസാനം എന്നെ സ്നേഹിക്കുന്നു. Oh, we worship. I'll translate that. Once he finishes, I'll translate. Oh, we worship you, Lord. കർത്താവ് പറയുന്നത്, എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ വചനത്തെ പ്രമാണിക്കുന്നു, എന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നു. പ്രിയ ദൈവമക്കളെ, ക്രിസ്തു ജീവനുള്ള ദൈവമാണ്. ആ ദൈവമാണ് നമ്മളെ വീണ്ടെടുത്തത്. നമ്മളിതൊരു കളിയായിട്ട് കാണരുത്. പ്ലീസ്, ദയവ് ചെയ്ത് നമ്മളിത് കളിയായിട്ട് കാണരുത്. ഈ കർത്താവ് ജീവിക്കുന്ന ദൈവമാണ്. ആ വചനത്തിൽ എഴുതിയിരിക്കുന്നതെല്ലാം ആമേൻ ആമേൻ എന്ന് തന്നെയാണ്. അതിനായിട്ട് ഞാൻ നന്ദിയോടെ സ്തുതിക്കുന്നു. അതെ, നമ്മുടെ കർത്താവ് ജീവിക്കുന്ന ദൈവമാണ്. നമ്മുടെ ചലനങ്ങളിൽ നമ്മളോട് കൂടെയുള്ള കർത്താവാണ്. നമ്മൾ നടക്കുമ്പോൾ നമ്മളോട് കൂടെയുള്ള കർത്താവാണ്. നമ്മൾ കാറിൽ യാത്ര ചെയ്യുമ്പോൾ നമ്മളോട് കൂടെയുള്ള കർത്താവാണ്. നമ്മൾ ജോലിയിലായിരിക്കുമ്പോൾ നമ്മളോട് കൂടെയുള്ള കർത്താവാണ്. യേശു ക്രിസ്തു ജീവിക്കുന്നവനാണ്. ഹല്ലേലൂയ, സ്തോത്രം യേശുവപ്പ. നീ ഇതിനെ പണിയുന്നതിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവേ. We exalt you in this place. Oh Jesus, hallelujah. We exalt you in this place. We praise you, Master, hallelujah. Jesus. We exalt you in this place. Oh, we give you all the glory and honor to you, Lord. Yes. Oh, we glorify your name, Lord, hallelujah. Oh, hallelujah, Jesus, hallelujah, hallelujah. ഇതിനെ പണിയണം, hallelujah, സ്തോത്രം, hallelujah. ഇതിനെ വളർത്തി വലുതാക്കണ കർത്താവേ, ഹല്ലേലൂയ, സ്തോത്രം കർത്താവേ. അനേക ജാതികൾ ഇതിന്റെ മുന്നിൽ വരണ കർത്താവേ, ഹല്ലേലൂയ. ഓ, നാനാ ജാതികൾ മതസ്ഥര് കർത്താവേ ഇതിന്റെ കീഴിൽ കടന്നു വരണ കർത്താവേ, ഓ ഹല്ലേലൂയ. നീ ഇതിനെ വളർത്തുന്നതിനായിട്ട് മക്കളെ, നമ്മുടെ കർത്താവ് ഇതിൽ വസിക്കുന്നതിനായിട്ട് Jesus, hallelujah. Hallelujah. Praise the Lord. Let's give a clap offering to the Lord. Bless you. Now this is what happened here. ഇതാണ് ഇവിടെ നടന്നത്. This morning she was traveling by car. ഈ സഹോദരി കാറിൽ യാത്ര ചെയ്തുകൊണ്ടിരുന്നപ്പോൾ, praise the Lord. Hallelujah, praise the Lord. She was traveling by car. She was asking the Lord for something. ചില കാര്യങ്ങൾ കർത്താവിനോട് ചോദിച്ചു. You know, the substance was that she wanted to know the reality of God in this place. ദൈവത്തിന്റെ യാഥാർത്ഥ്യം തനിക്ക് മനസ്സിലാവണം. When the Lord was speaking to her, ദൈവം സംസാരിച്ചു. She saw a wing, ഒരു ചിറക് താൻ കണ്ടു, which was like a shell, you know, seashell color. രൂപത്തിലുള്ളതുപോലുള്ള ഒരു ചിറക്. And when she saw that, you know, she did not understand. കണ്ടപ്പോൾ മനസ്സിലായില്ല. Then came the word today എന്നിട്ട് വചനം തന്നു about the building, about the covering. Then she clicked,
then she realized, it was revealed to her that this church is actually under the covering of the Lord Jesus Christ. ഹല്ലേലൂയ. ഈ സഭ യഥാർത്ഥ ദൈവത്തിന്റെ കുടക്കീഴിലാണെന്നുള്ള കാര്യം തനിക്ക് മനസ്സിലായി. Then she said, പിന്നീട് പറഞ്ഞു, the Lord said he is going to bring the whole of Philadelphia under this covering. ആമേൻ. കർത്താവ് ഈ ഫിലഡൽഫിയ പട്ടണത്തെ മുഴുവൻ ഈ ചിറകിന്റെ കീഴിലേക്ക് കൊണ്ടുവരുമെന്ന് I കർത്താവ് believe പറഞ്ഞു. that. ഞാനത് വിശ്വസിക്കുന്നു. I truly believe that. ഞാനത് വാസ്തവമായി I വിശ്വസിക്കുന്നു. wholeheartedly believe that. പൂർണ്ണ ഹൃദയത്തോടെ Because വിശ്വസിക്കുന്നു. Jesus Christ is the person here. കാരണം യേശുവാണ് ഇവിടുത്തെ വ്യക്തി. It's not about any other person. മറ്റു വ്യക്തികളല്ല. It's always been like that. എപ്പോഴും അങ്ങനെയായിരുന്നു. From the day we started this church, it's 3 people. തുടങ്ങിയ ദിവസം 3 ദിവസം Jesus Christ was all in all. യേശു സർവ്വമായിരുന്നു. We moved into Aniyachan's front room. Jesus Christ was the Lord there. എൻ്റെ വീട്ടിൽ പോയപ്പോൾ യേശുവായിരുന്നു സർവ്വവും. In the basement, Jesus was Lord of all. ബേസ്മെന്റിൽ യേശുവായിരുന്നു In സർവ്വവും. Hotel Ramada, Jesus was all. റമദാനിൽ യേശുവായിരുന്നു Even in the സർവ്വവും. basement of this church, Jesus Christ ഈ is all. സഭയുടെ ബേസ്മെന്റിലും യേശുവാണ് And സർവ്വവും. forever he will be. എന്നേക്കും അങ്ങനെ തന്നെയായിരിക്കും. Hallelujah. ഹല്ലേലൂയ. And then something else she said about whole of Philadelphia coming together. Anything else you remember? ഹല്ലേലൂയ. The rock. Yeah, I will build. This is the rock. That's what she said, right? Even now she's on the power of God. ഞാൻ ക്രിസ്തുവാകുന്നു. Let's flow along with the Spirit. Let's flow. Church, why you know why God says it? നിങ്ങൾക്കറിയാം എന്തുകൊണ്ടാണ് കർത്താവ് ഇത് Strengthen പറയുന്നത്? you. നിങ്ങളെ ബലപ്പെടുത്താൻ. It is not about anything else. മറ്റൊന്നുമല്ല കാര്യം. We don't care for anything else in the church, but we care for the Lord Jesus Christ and his claims. യേശുക്രിസ്തുവിന്റെ വാദങ്ങളെ മാത്രമേ ഞങ്ങൾ അംഗീകരിക്കുന്നുള്ളൂ. One more thing. ഒരു കാര്യം കൂടി. She said, the Lord said, if you really love me, obey my commandments. ആമേൻ, ആമേൻ. നിങ്ങൾ വാസ്തവമായി എന്നെ സ്നേഹിക്കുന്ന എന്റെ കൽപ്പനകളെ പ്രമാണിക്കണം. It can be anything. എന്തൊരു കൽപ്പനയും Baptism in water ജലസ്നാനമാകാം. is a commandment. ദൈവത്തിന്റെ കൽപ്പനയാണ്. Being baptized in the Holy Spirit. പരിശുദ്ധാത്മാവിൽ സ്നാനപ്പെടണം. Being separated from the world. ലോകത്തിൽ നിന്ന് വേർപെടണം. All these are commandments of the Lord, isn't ഇതെല്ലാം it? ദൈവത്തിന്റെ കൽപ്പനയാണ്. The Bible is true. ദൈവവചനം സത്യമാണ്. And he loves you. ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. You're like a dam waiting to burst out. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. Let's give God the glory. ദൈവത്തിന് മാത്രം മഹത്വം കൊടുക്കാം. Only to God. ഹല്ലേലൂയ. യേശുവേ. We'll go up. നന്ദി യേശുവേ. He is Lord. He is Lord. He has risen from the dead, and he is Lord. He is Lord. He is Lord. Yes, Lord Jesus. He has risen from the dead, and he is Lord. Every knee shall bow, every tongue